ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? തെർമോ ഡയനാമിക്സ് അല്ലെ? തെർമോ ഡയനാമിക്സ് തേർഡ് ക്ലാസ് ആണ്. അപ്പൊ അതിനു മുമ്പുള്ള 2 ക്ലാസ്സിന്റെ കൺസെപ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ദെൻ കേട്ടോ, അയാൾ ഒഴിച്ച് ബാക്കി ആൾക്കാരെല്ലാവരും വന്നാണ്. അവരോടൊക്കെ എന്ത് ചെയ്യും അല്ലെ? പറയാന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇയാൾ ഇങ്ങനെ കാണിച്ചു, ഇയാൾ ഇങ്ങനെ കൈ കാണിച്ചു കേട്ടോ, കൈ കാണിച്ചു കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ പറഞ്ഞു നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല അല്ലെ? ഓക്കെ. ദെൻ ഇനി നമ്മള് പഠിത്തത്തിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റും അല്ലെ? ഓക്കെ. ദെൻ കണ്ടന്റ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആവില്ല അല്ലെ? ഞാനിങ്ങനെ കഥ പറഞ്ഞു പോകുന്ന പോലെ ആയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ പറയാൻ പറ്റണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഈ ചാപ്റ്റർ ആദ്യം എടുത്ത ടോപ്പിക് എന്തായിരുന്നു? സിസ്റ്റം. ബോഡി മീൻ സിസ്റ്റം. ഇത് തന്നെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയത്. സിസ്റ്റം എന്തായിരുന്നു? എനിത്തിങ് അണ്ടർ ഒബ്സർവേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റം അല്ലെ? ഓക്കെ, ഒരു സയന്റിസ്റ്റ് ഒരു സാധനത്തിന് ഒബ്സർവ് ചെയ്യുന്നു, അയാളുടെ അതെന്താണ്? സിസ്റ്റം കേട്ടോ. ഇപ്പൊ ഇയാൾ ഇന്ത്യനെ കുറിച്ച് പഠിക്കുകയാണ്, അപ്പൊ എന്തായിരിക്കും? സിസ്റ്റം ഇന്ത്യ ആണ് അല്ലെ? ഓർത്ത് നോക്കുക. പല പല കാര്യങ്ങൾ. അപ്പൊ അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ വാട്ട് യു മീൻ സറൗണ്ടിങ് അല്ലെ? എക്സെപ്റ്റ് ആ സിസ്റ്റം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും നമുക്ക് വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്. ദെൻ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം 3 സിസ്റ്റം ഏതൊക്കെയായിരുന്നു? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം കേട്ടോ. ഓർത്ത് നോക്കുക. പറയാത്ത ആൾക്കാർ കൊണ്ട് ഞാൻ പറയിപ്പിക്കോട്ടോ. എന്ന് പറഞ്ഞേ, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ. ദെൻ ഈ സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ആദ്യം പറയുന്നതാണ് എന്തായിരുന്നു? എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്. ഓക്കെ, ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ബാക്കി പഠിച്ചിട്ടുണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് അടുത്ത് ബാക്കി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാം. അടുത്ത വരുന്നത് അതിന്റെ ഇക്വേഷൻ ആണ്. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഈ ചാപ്റ്ററിൽ എന്തായിരുന്നു? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി, ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് കണ്ടന്റ് പ്ലസ് എന്തായിരുന്നു? വർക്ക് അല്ലെ? ഓർത്ത് നോക്കാം. വർക്ക് അല്ലെ? ഓൺ ദ സിസ്റ്റം ഉണ്ട്, ബൈ ദ സിസ്റ്റം ഉണ്ട്. ഓൺ ദ സിസ്റ്റം ഉണ്ട്, ബൈ ദ സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു പെൻ ഇരിക്കുന്നുണ്ട് അല്ലെ? ഓർത്ത് നോക്കാം. അത് നമുക്ക് സിസ്റ്റം ആയിട്ട് എടുക്കാം. അതിന് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് കണ്ടന്റ് ഉണ്ട്, ഒരു എനർജിയുടെ കൺസെപ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് ഉണ്ട്. പിന്നെ പറയുന്നതാണ് വർക്ക്. വർക്ക് ഓൺ ദ സിസ്റ്റം, ബൈ ദ സിസ്റ്റം. ഓക്കെ, ഇതാണ് ആദ്യം ഒരു ഏരിയ തുടങ്ങുന്നത്. ക്യൂ എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ? എൻഡോതെർമിക് ആണോ? പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടുന്നുണ്ട് കണ്ടോ. എൻഡോതെർമിക് ആയാൽ ക്യൂ പോസിറ്റീവ്, എക്സോതെർമിക് അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് അല്ലെ? ഓക്കെ. ദെൻ അടുത്ത ആള് ബാക്കിൽ പറഞ്ഞു വർക്ക് ഓൺ ദ സിസ്റ്റം പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ് കണ്ടോ, പഠിക്കുന്നുണ്ട്. ഓൺ ദ സിസ്റ്റം പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവ് എന്തായിരിക്കും? ബൈ ദ സിസ്റ്റം കേട്ടോ. ഓർത്തോ. ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇയാൾ ആ പേന എടുത്ത് കേട്ടോ. ഓക്കെ, ബാക്കിലുള്ള ആൾ എറിഞ്ഞു, എന്നെ അറിയണ്ട. ഓക്കെ, ബാക്കിലുള്ള ആൾ എറിഞ്ഞു കഴിയുമ്പോൾ അയാളുടെ മസിലിന്റെ എനർജി മുഴുവൻ അയാളുടെ അല്ലെ തലയിൽ വന്ന് ഇടിക്കും അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ അവിടെ ആരാണ്? പേന തന്നെയാണ് വർക്ക് ചെയ്തേ? അല്ല. ഓക്കെ, ഓൺ ദ സിസ്റ്റം, സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാണ് അല്ലെ? ആ പേനയില് അയാളുടെ മസിലിന്റെ എനർജി കൊടുത്തു. അപ്പൊ അതെന്താ? ഓൺ ദ സിസ്റ്റം. ബൈ ദ സിസ്റ്റം എന്താ? ആ സിസ്റ്റം വർക്ക് ചെയ്യണം അല്ലെ? ഓക്കെ, സിസ്റ്റത്തിനകത്ത് ഒരു എനർജി ഉണ്ട്, അത് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? എന്ത് സിസ്റ്റം ആയിരിക്കും അത്? ബൈ ദ സിസ്റ്റം കേട്ടോ. ഓർത്ത് നോക്കുക. അതെ, ഇപ്പൊ ഇയാളുടെ കയ്യിലൊരു ബോംബ് കൊടുത്തു, എന്നിട്ട് ഞാൻ പതുക്കിനെ ഈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? പൊട്ടിത്തെറിക്കും. അപ്പൊ എവിടെ നിന്നാണ് എനർജി വരുന്നത്? അല്ലെ? ആ സിസ്റ്റത്തിന്റെ അകത്തുനിന്നല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാൻ ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് ഡബ്ല്യു സെക്കൻഡ് കേട്ടോ. ഓർത്തു നോക്കുക. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. ദെൻ ഇതിന്റെ ഡെറിവേഷനും ബാക്കി കാര്യങ്ങൾ എഴുതി. തേർഡ് നമ്മൾ എന്തൊക്കെ എഴുതി? എന്തായിരുന്നു? ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷനിൽ എന്തായിരുന്നു? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു പറയ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ. ക്യൂ ഇവിടെ ബ്രാക്കറ്റിൽ എന്തായിരിക്കും? വി, കോൺസ്റ്റന്റ് വോളിയം. ദെൻ നെക്സ്റ്റ് ഫോർത്ത് എന്തായിരുന്നു? നെക്സ്റ്റ് അവിടെ ഹെഡിങ് എന്തായിരുന്നു? ഫ്രീ എക്സ്പാൻഷൻ. എപ്പോഴാണ്? ഐസോതെർമൽ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്നതിനെയാണ് ഐസോതെർമൽ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. മുന്നില്ലാത്തതുകൊണ്ടാണ് മോനെ പറയണേ കേട്ടോ. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇവയൊക്കെ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദെൻ ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഫ്രീ എക്സ്പാൻഷൻ കൊടുക്കും. അപ്പൊ എന്തായിരുന്നു വന്നേക്കുന്നത്? ക്യൂ ഈക്വൽ ടു പറയ് മൈനസ് ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി അല്ലെ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസും
പ്ലസ് ആകും. ദെൻ ഫിഫ്ത്ത് ഇക്വേഷൻ ക്യൂ എന്തായിരുന്നു അവിടെ? ഇവിടെ എന്താ കൊടുക്കുക? റിവേഴ്സ് അല്ലേ? ഓക്കെ, ക്യൂ റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു അല്ലെ? മൈനസ് ഡബ്ല്യു എന്താണ് റിവേഴ്സ് ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ ആയിരുന്നു? നമ്മൾ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? മൈനസിന് പകരം 2.303 NRT അല്ലേ? ഓക്കെ, NRT ലോഗ് വി ഫൈനൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ. ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? ഡബ്ല്യു കഴിഞ്ഞിട്ട് നമ്മളെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മൾ നേരത്തെ എഴുതിയില്ല, അത് സിക്സ്ത് ആയിട്ട് എഴുതാം. ഡബ്ല്യു റിവേഴ്സ് ഈക്വൽ ടു മൈനസ് 2.303 NRT ലോഗ് വി ഫൈനൽ ഡിവൈഡ് ബൈ വിനീഷ്യൽ. ഇത്രയാണ് ഈ ലാസ്റ്റ് ക്ലാസ് അല്ല അതിനു മുമ്പത്തെ ക്ലാസ്. മനസ്സിലായി? ലാസ്റ്റ് ക്ലാസ് അല്ല അതിനു മുമ്പത്തെ ക്ലാസ്. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്താണ് ഇനി പറയാൻ പോകുന്നത്. ഓർമ്മയുണ്ടോ? പിന്നെ എന്തൊക്കെ എടുത്തു ലാസ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയത്? പറയും, ഞാനിത് 2 ക്ലാസ് മുമ്പുള്ളതല്ലേ പറയണേ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ലാസ്റ്റ് ക്ലാസ്സിന് മുമ്പത്തെ ഉള്ളതാണ്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെടുത്തു? അപ്പൊ ഇത്രയും നമ്മൾ ഒരു ക്ലാസ് മുമ്പായിട്ട് എടുത്ത് തീർത്ത കാര്യമാണ്. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഹെഡിങ് ആദ്യം എന്തായിരുന്നു? കണ്ടോ, അവിടെ കിട്ടി എൻതാൽപ്പി. അവിടെ പഠിക്കുന്നുണ്ട് അല്ലെ? എൻതാൽപ്പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ എഴുതിയത്? 7th ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെറിവേഷൻ ആയിട്ടൊക്കെ എഴുതി അല്ലെ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എച്ച് ഈക്വൽ ടു എന്തായിരുന്നു? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അടുത്ത എന്തായിരുന്നു? 9th. അടുത്തെന്തായിരുന്നു? ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. അത് കഴിഞ്ഞിട്ട് ഒരു ഡെറിവേഷൻ ഒക്കെ എഴുതിയല്ലോ, നല്ല ഭംഗിയുള്ള ഡെറിവേഷൻ അല്ലേ? എന്തായിരുന്നു അത്? സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ എഴുതിയോ നമ്മള്? ഇത്രയല്ലേ ഉള്ളൂ എഴുതിയത്. ഒരെണ്ണൂടി ഉണ്ട് അല്ലേ? ഓക്കെ. ഇതിനിടയിൽ വേറൊരു ഇക്വേഷൻ വരാൻ ചാൻസ് ഉള്ളത് ഒരു ഡെൽറ്റ എച്ചിന്റെ ഇവിടെ ഒരു ഇക്വേഷനിൽ പറയുന്നുണ്ട് നമ്മൾ ക്യൂ വിക്ക് പകരം ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഓർമ്മയുണ്ടോ? അതും കൂടി ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിലാണ് ആ ഇക്വേഷൻ കിടക്കുന്നത്. ഇതിന്റെ താഴെ ഇവിടെ ആയിട്ടൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്, ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഏകദേശം ഒരു 10ലേക്ക് ഇടാം. കേട്ടോ, ഓർത്ത് നോക്കാം. ഇന്ന് നിങ്ങൾ ക്ലാസ് പോയി കഴിയുമ്പോൾ ഇതിനു മുമ്പുള്ള 2 ക്ലാസ്സിലെടുത്ത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻതാൽപ്പിയുടെ കുറേ ഡെഫിനിഷൻസ് ഇങ്ങനെ എഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഓക്കെ ചെയ്തത്. ഇത് ഒരു പ്രാവശ്യം അങ്ങ് നോക്കി എഴുതണം. കേട്ടോ, ഓക്കെ. പോണതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒന്നൊന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം എടുത്ത് നിങ്ങൾ എഴുതിയേക്കുന്നതാണെന്ന് അറിയാം. വീണ്ടും വീണ്ടും എഴുതിപ്പിക്കുന്നത് ആണെന്ന് എനിക്കറിയാം. എഴുതിയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി, അനുബന്ധ ക്ലാസ്സിൽ എഴുതി. ഞാനും എഴുതുന്നില്ല അല്ലേ? എനിക്ക് വെറുതെ ഇരുന്നാൽ പോരെ അല്ലേ? പക്ഷെ ഞാൻ എഴുതുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒന്നും കൂടി വീണ്ടും കേൾക്കണം അല്ലെ? വീണ്ടും പറയണം. അങ്ങനെയാണ് ചെയ്യുക അല്ലെ? ഓക്കെ, പ്രാക്ടീസ് പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ അല്ലെ? അതിലേക്ക് എത്തണം നമുക്ക് എല്ലാവരും. കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ വന്നേക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സിൽ ഇത്രയും മെയിൻ ഇക്വേഷൻസ് ആയി എടുത്തേക്കുന്നത് അതെല്ലാവരും 1 ടൈം ഇപ്പം അങ്ങ് എടുത്ത് എഴുതാം. കേട്ടോ, ഓക്കെ. ക്ലാസ് എൻഡ് ആവുമ്പോൾ നമുക്കൊരു അല്ലെ ഒരു 2 മിനിറ്റ് മുമ്പ് നിർത്താം. എന്നിട്ട് നമുക്ക് ഇക്വേഷൻസ് എഴുതാനായിട്ട് ടൈം തരാം വീണ്ടും. കേട്ടോ, ഓക്കെ. അപ്പൊ എത്ര എണ്ണം കിട്ടും നിങ്ങൾക്ക് അപ്പൊ സെൽഫായിട്ടൊക്കെ ക്ലിയർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ ഒറ്റയടിക്ക് എഴുതാൻ പറ്റണം. കേട്ടോ, ഓക്കെ. അല്ലാതെ ഇപ്പോൾ ഒരു ഇക്വേഷൻ ആയിട്ട് പഠിക്കാൻ പറഞ്ഞാൽ അല്ലെ എന്തൊരു രസമാണ്. ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അടച്ചു നോക്കുന്നു, അപ്പൊ തന്നെ പറയുന്നു. അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയല്ല, 10 ഒറ്റ സ്ട്രെച്ചിൽ കിട്ടണം. അവിടെയാണ് നമ്മൾ പഠിച്ചു എന്നുള്ളതാവുന്നത് അല്ലേ? അല്ലാതെ നോക്കിയേ, ഇപ്പൊ ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച് പറയാൻ പറഞ്ഞു. ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ ഉണ്ടോ? കിട്ടും, ആർക്ക് വേണമെങ്കിലും കിട്ടും. പക്ഷെ അങ്ങനെയല്ല, ഒരുമിച്ച് കിട്ടണം. ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല എന്ന് മൈൻഡ് കൊണ്ട് പറയാൻ പഠിക്കണം. കേട്ടോ, ഓക്കെ. അങ്ങനെ ഒറ്റ സ്ട്രെച്ചിലേക്ക് പതുക്കനെ എത്തണം. വേഗം എടുത്ത് എഴുതട്ടോ, എന്നിട്ട് വേണം നമുക്ക് ഇന്നത്തെ ക്ലാസ് അങ്ങ് തുടങ്ങാനായിട്ട്. ഇത് ലാസ്റ്റ് 2 ക്ലാസ്സസിലുള്ള മെയിൻ ഇക്വേഷൻസ് ആണ്. ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞു മെയിൻ ഇക്വേഷൻസുകളുള്ള ഒരു ചാപ്റ്റർ ആണ്. ദെൻ ഇതിന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട് കുറെ. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഓൾമോസ്റ്റ് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസ് കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ.
എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് പേര് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ട്, അവർക്കൊണ്ടൊന്ന് പറയിപ്പിക്കാം. അപ്പോൾ അവർക്ക് ലാസ്റ്റ് നേരത്തെ പോവാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ കേട്ടോ. നിങ്ങൾ ഓൾറെഡി ലാസ്റ്റ് എടുക്കുന്ന സമയത്ത് ബാക്കി ആൾക്കാർ എഴുതുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് നേരത്തെ പോകാൻ പറ്റും കേട്ടോ. അത് കേട്ടോ, സിയോൺ പഠിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയാൽ സിയോൺ മോനെ 5 വരെ ഉള്ളൂ, കുഴപ്പമില്ല പറഞ്ഞു. ഒരുമിച്ച് പറയണ ആഗ്രഹമൊന്നും വേണ്ട, ഇപ്പൊ വേണ്ട കേട്ടോ. അങ്ങനെയാണ്, നല്ല കുട്ടി കേട്ടോ. ഓക്കെ ഉണ്ടോ, സിയാൻ ഇപ്പൊ ഇരിക്കുന്ന ആളാണ്, അവർക്ക് ഒറ്റയടിക്ക് ഭയങ്കര സ്പീഡിൽ പറയണം, അതുകൊണ്ട് ഇപ്പൊ വേണ്ടെന്ന് പറയുന്നു കേട്ടോ. ഓൺലൈനിൽ എല്ലാവരും എഴുതിയോ? വിമൽ മോനെ എഴുതി കഴിഞ്ഞോ? ഒരു റിയാക്ഷൻ ഒക്കെ വേണം. ജിസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എവിടെ ഫ്രണ്ടിലുണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, എല്ലാവരും കാണാതെ എഴുതിയിട്ടാണ് ഇരിക്കണേ. നോക്കിയേ തൊട്ടടുത്ത് ഉണ്ടോ? അപ്പൊ ലാസ്റ്റ് എഴുതിപ്പിക്കും, വേഗം എഴുതിക്കും. ഇപ്പൊ നോക്കി എഴുതിക്കും എന്തായാലും കേട്ടോ. ജിസ് എഴുതി കഴിഞ്ഞോ ഈ ക്വസ്റ്റ്യൻ? നോക്കി, ആദിത്യ, അവന്തിക, സാമുവൽ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. മറ്റേ എന്തെങ്കിലും ഓക്കെ എന്നോ വല്ലതൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചാൽ മതി, അല്ലെങ്കിൽ യെസ് പറഞ്ഞു. ആരെങ്കിലും എഴുതി കഴിയാത്തതുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, ഞാൻ ടോപ്പിക്കിലേക്ക് പോകാൻ വേണേ കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. അപ്പൊ ലാസ്റ്റ് 2 ക്ലാസ്സസിലെ മെയിൻ കണ്ടന്റ് നമുക്കൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നു, അത് ചെയ്യിപ്പിച്ചേ കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് ഹെസ്സസ് ലോ ഓഫ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. ഹെസ്സസ്, HESS, HESS apostrophe S, Hesses, HESS apostrophe S. Hesses law of constant heat summation. Hesses law of constant heat summation. Hesses law of constant heat summation. ലോ എന്താന്ന് കൺസെപ്റ്റ് ഒക്കെ പറയാം. അതിനു മുമ്പ് ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി, അപ്പൊ എഴുതുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ഈ സയന്റിസ്റ്റ് പറയുന്നത് ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഡിഫറെന്റ് സ്റ്റെപ്പിൽ നടന്നാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. എന്നിട്ട് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അത് ബി ആയി മാറി. എ ഗീവ്സ് ബി. ഓർത്തു വെക്കുക, എ റിയാക്ടന്റ്, ബി എന്തായിരിക്കും പ്രൊഡക്റ്റ്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ അതിന്റെ വരുന്ന എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ചേഞ്ച്. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ചേഞ്ച്. ആ എനർജി ചേഞ്ച് ആണ് ഇവിടെ കൊടുക്കുന്നത് ഡെൽറ്റ ആർ എച്ച്. ഡെൽറ്റ ആർ എച്ച് അല്ലെ? ഇപ്പൊ ഒരു പേപ്പർ ബേൺ ചെയ്തു, C+O2 CO2 അങ്ങനെ കിട്ടിയെന്ന് കരുതുക. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന റിയാക്ഷൻ എൻതാൽപ്പിനെയാണ് ഡെൽറ്റ ആർ എച്ച് എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നു. ഇനി ഈ സയന്റിസ്റ്റ് പറയുന്നത് ഇത് ഡിഫറെന്റ് സ്റ്റെപ്പുകളിലായിരിക്കാം നടക്കുന്നത്. ചിലപ്പോ എയിൽ നിന്ന് സി ആണ് ഉണ്ടായത്, സിയിൽ നിന്ന് ഡി ആണ് ഉണ്ടായത്, എന്നിട്ട് തിരിച്ച് ബിയിലേക്കാണ് വരുന്നത്. ഇങ്ങനെയാണെന്ന് കരുതാം. അങ്ങനെയാണ് എങ്കിൽ ആ സയന്റിസ്റ്റ് പറഞ്ഞതാണ് ഇത് ഡെൽറ്റ ആർ എച്ച് 1, ഇത് ഡെൽറ്റ ആർ എച്ച് 2, ഇത് ഡെൽറ്റ ആർ H3. ഇതിന് മീനിങ് ഒക്കെ ഓർത്തുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി, ആർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ലെറ്റർ ആർ, റിയാക്ഷൻ. 1 എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഇതപ്പോ എന്തായിരിക്കും? സെക്കൻഡ് സ്റ്റെപ്പ്. ഇതെന്തായിരുന്നു? തേർഡ് സ്റ്റെപ്പ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് സ്റ്റെപ്പുകളിലാണ് നടക്കുന്നത്. എങ്കിലും അതിന്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ ആർ എച്ച് 1 പ്ലസ് ഡെൽറ്റ ആർ എച്ച് 2 പ്ലസ് എന്തായിരിക്കും? ഡെൽറ്റ ആർ എച്ച് 3 കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്തായിരിക്കും? സെവറൽ സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ വന്നാലും എനർജി ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എനർജി ചേഞ്ച് എന്തായിരിക്കും? സെയിം. ഇതാണ് ആര് പറഞ്ഞത്? ഹെസ്സസ് ലോ കേട്ടോ. ഓർത്ത് നോക്കുക, ഹെസ്സസ് ലോയുടെ മെയിൻ കൺസെപ്റ്റ് ഇതാണ്. അങ്ങനെ വന്നാൽ എന്തിനെ പിന്നെ ഇത് പഠിക്കണം? അവിടെയാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്.
നമുക്ക് ചിലപ്പോൾ ഇത് തരും, എന്നിട്ട് ഇത് തരില്ല. എങ്ങനെ കണ്ടെത്തും? ഇത് ടോട്ടൽ അല്ലേ, അപ്പോൾ ബാക്കി രണ്ടും എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഐഡിയ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് തരുന്നില്ല നിങ്ങൾക്ക്, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാം എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതൊഴിച്ച് ബാക്കിയുള്ളത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹെസസ് ലോ ഇത് പറഞ്ഞിട്ട് ഇത് അങ്ങ് എടുത്തെഴുതാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ലോ എഴുതാം കേട്ടോ. ഓക്കെ, വേഗം എടുത്തെഴുതാം ഹെസസ് ലോ കേട്ടോ. ഓർത്ത് നോക്കുക, അതിന്റെ ഇലിസ്ട്രേഷൻ ആണ്. ഇലിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കൂലേ? ഓക്കെ, അതാണ് വരുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഒക്കെ ആയിട്ടിരിക്കും. എ എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ്, ബി എന്തായിരുന്നു? പ്രോഡക്റ്റ് അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ റിയാക്ടന്റ് എന്ന് എഴുതാം, ഇത് പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതിക്കും. എന്തായാലും എ ഗീവ്സ് ബി. മീനാക്ഷി വേഗം എടുത്ത് എഴുതട്ടോ. നമ്മുടെ ഒരു ആദ്യം എല്ലാ ചാപ്റ്ററിന്റെ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ടോപ്പിക്കാണ് ഹെസസ് ലോ കേട്ടോ. ഹെസസ് ലോ എന്ന് കൊടുക്കുക, എന്നിട്ട് വേഗം ഇത് എക്സാമ്പിൾ ആണ്, ഇത് എടുത്ത് എഴുതാം കേട്ടോ. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ എഴുതാം. ഓക്കെ, ഹെസസ് ലോ. ഹെസസ് ലോ കേട്ടോ, വേഗം വരച്ചു കഴിയും. കൺസെപ്റ്റ് പറയാലോ, ഡെഫിനിഷൻ പറയാം കേട്ടോ. ഓർത്തോ, എഴുതി വെച്ചു. ഇനിയാണ് ലോ എഴുതുന്നത് കേട്ടോ. ഇഫ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ്, ഇഫ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ്, ഇഫ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ്. ഇത് നോക്കിയേ, ഈ റിയാക്ഷൻ ഇത് കണ്ടോ, ഈ റെഡിൽ എഴുതിയേക്കുന്നതാണ് സെവറൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. 1 2 3 3 സ്റ്റെപ്പിലാണ് നടക്കുന്നത് അല്ലേ? ഓക്കെ, ദെൻ എഴുതിക്കോട്ടോ, സെവറൽ സ്റ്റെപ്പ്. ദെൻ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എന്താൽപ്പി, ദെൻ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എന്താൽപ്പി, സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എന്താൽപ്പി ഈസ് ദി എന്തായിരിക്കും? സം ഓഫ് standard enthalpy of the sum of standard enthalpies of the intermediate reaction. Intermediate reaction. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, സെയിം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അവിടെ സെയിം ആയിരിക്കണം എല്ലാത്തിനും, സെയിം ടെമ്പറേച്ചർ. ഡിഗ്നോട്ട് ഇപ്പൊ പറയണം കേട്ടോ. ഓർത്തോക്കെ നോക്കിയേ, ഇഫ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ്, ഒന്ന് കണ്ടേ, സെവറൽ സ്റ്റെപ്പ്. ദെൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഇത് കണ്ടോ, ഇത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസി. നോക്കിയേ, ഇതെന്താ പറയേ? സം ഓഫ്, ഇതിനെന്താ വിളിക്കുക? ഇന്റർമീഡിയറ്റ് അല്ലെ? ഓക്കെ, ഇന്റർമീഡിയറ്റ് അല്ലെ? അപ്പോ സം ഓഫ് എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഇന്റർമീഡിയറ്റ് കേട്ടോ. ഓക്കെ, കാണാതെ പഠിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കിയേ എങ്ങനെയാ? ഇഫ് എ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എന്ത് സ്റ്റെപ്പാ? സെവറൽ സ്റ്റെപ്പ് അല്ലെ? ദെൻ ഇറ്റ്സ് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ദി സം ഓഫ്, പറയേ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഇന്റർമീഡിയറ്റ് കേട്ടോ. ഓക്കെ, കിട്ടണം, പഠിച്ചു പതുക്കിനെ പോയാൽ മതി കണ്ടോ, അവിടെ പറയാന്ന് പറഞ്ഞു. പറഞ്ഞോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, in a several step റിയാക്ഷൻ എൻതാൽപ്പി, ഇത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് റിയാക്ഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ദി ഓഫ് ഇന്റർമീഡിയറ്റ് കണ്ടോ. ഓക്കെ, അടുത്ത ആള് വേഗം പറഞ്ഞു.
several step, then സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഇന്റർമീഡിയറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഓൺലൈനിൽ പറയണമെന്ന് പറയുന്നു. ദെൻ സാമ്പൂലെ അങ്ങ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ട്രൈ. ഓക്കെ, ദെൻ വിമൽ പറഞ്ഞു. Then the standard reaction enthalpy is the sum all the other standard enthalpies in the intermediate. Okay, very good. Okay, then Avantika. No, വേണ്ട. ട്രാവലിംഗ് ആണെങ്കിൽ വേണ്ട കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ദെൻ ആദിത്യ കേട്ടോ. ഓർത്ത് നോക്കുക, നിങ്ങളെ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇത് കേട്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ അല്ലേ, ചില കുറെ ഇതിൽ കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ക്ലിക്ക് കിട്ടും, അതായാലും മതി. അത് കുറച്ച് കഴിയുമ്പോൾ ഉപകാരപ്പെടും കേട്ടോ. ഓർത്ത് നോക്കാം. ഏതാ? ഐസോതെർമൽ അല്ല. ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ കോൺസ്റ്റന്റ്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അങ്ങനെ നിർബന്ധമില്ല. സെയിം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സെയിം ടെമ്പറേച്ചർ പല ടെമ്പറേച്ചർ ആവും. അത് എടുക്കുമ്പോൾ ഈ 4 എണ്ണം ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ എടുത്തു വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഐസോതെർമലിൽ വേറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക ചേമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്നും വേണ്ട, ഒരു സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം എങ്കിൽ, അല്ലെങ്കിൽ മാറും, വേരി ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് വേറെ ടെമ്പറേച്ചർ അങ്ങനെ ആവരുത് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓർത്ത് നോക്കാം. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ദെൻ ഇത് സെയിം ടെമ്പറേച്ചർ എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഈ റിയാക്ഷൻ നടന്നു, ഇത് ഒരു എന്താ പറയാ 50 ഡിഗ്രി സെൽഷ്യസിൽ നടന്നു, എല്ലാം ഒരേ ടെമ്പറേച്ചറാ. മനസ്സിലായി? സെയിം എല്ലാത്തിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത ആള് പറഞ്ഞു. എന്താൽപ്പി ഇന്റർമീഡിയറ്റ് അല്ലേ? ഓക്കെ, ദെൻ പറഞ്ഞു. several step reaction enthalpy sum intermediate enthalpies അല്ലേ? അത്ര ഓർത്ത് വെച്ചാൽ കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ മിഡിൽ ഇരിക്കുന്നവർക്ക് വിഷമമൊക്കെ ആവണം കേട്ടോ. ഓർത്ത് അറിയാൻ പോകണം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞോ. if a reaction takes place in ഇന്റർമീഡിയറ്റ് ഉണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, പഠിച്ചിട്ട് എന്നോട് ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കുന്നു മിഡിൽ അല്ലെ. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നാണ് തുടങ്ങിയത് കൊണ്ടാണ് അല്ലേ. ഓക്കെ, then നമുക്ക് തുടങ്ങാം കേട്ടോ. അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പക്ഷേ ഒന്ന് ഓർത്ത് വെക്കാം, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ടഫാണ്. അപ്പൊ ഇതിന്റെ താഴെ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെറുതെ സ്കൂളിൽ എഴുതി തരും, അങ്ങനെയല്ല ചോദ്യം തന്നെ കേട്ടോ. ഓക്കെ, കാരണം ചോദ്യം ഭയങ്കര കോംപ്ലക്സിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ചോദ്യം ഒന്ന് നമ്മൾ ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കി, ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, 2-3 ടേം കൂടി എടുത്തിട്ടാണ് ഇത് ഒരുമിച്ച് ചെയ്യാൻ പോകുന്നതിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, തന്നെ അടുത്ത് എഴുതി വെക്കാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഓർത്ത് വെക്കാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തിക്കുക അല്ലേ? ഓർത്ത് വെക്കുക. കത്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും വേണം, ഓക്സിജൻ എന്തായാലും വേണം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയതാണ് സബ്ലിമേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എൻതാൽപ്പി. വാട്ട് യു മീൻ വേപ്പറൈസേഷൻ എൻതാൽപ്പി? നമ്മൾ എന്തായിരുന്നു എഴുതിയത്? എനർജി റിക്കോർഡ് ടു എന്തായിരുന്നു അല്ലെ, 1 മോൾ ലിക്വിഡ് ടു ഗ്യാസ്. അവിടെയൊക്കെ നമ്മൾ എഴുതിയേക്കുന്നതാണ് 1 മോൾ അല്ലെ എനർജി. അപ്പോൾ എനർജി റിക്കോർഡ് ടു 1 മോൾ ഡാഷ് ടു ഡാഷ്, ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായിരിക്കും കമ്പഷൻ എൻതാൽപ്പി? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു 1 മോൾ എന്തായിരിക്കും? റിയാക്ടന്റ് അല്ലേ? അതെന്ത് ചെയ്യും? അണ്ടർഗോ കമ്പഷൻ. അപ്പോൾ 1 മോൾ എടുത്ത് കമ്പഷൻ കത്തിക്കുക. 1 മോൾ എന്തിനേയും കത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണോ എനർജി, ആ എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്പഷൻ എൻതാൽപ്പി അല്ലേ? ഓർത്ത് നോക്കുക. ഇപ്പൊ ഇയാൾ പെട്രോൾ എടുത്ത് ബേൺ ചെയ്തു, ഇയാൾ ഡീസൽ എടുത്ത് ബേൺ ചെയ്തു കേട്ടോ. ഓർത്ത് നോക്കുക. ഇയാൾ പേപ്പർ എടുത്ത് ബേൺ ചെയ്തു. ഏതിനായിരിക്കും എനർജി കൂടുതൽ അല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു ഫ്യൂവൽ എന്നുള്ളതിന്റെ എഫിഷ്യൻസി അനുസരിച്ചിട്ട് അല്ലെ
കൂടുതൽ ഹീറ്റ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ കമ്പഷൻ എന്താൽപ്പി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എന്താണോ അതെടുത്തത് എത്ര എടുക്കണം? 1 mol. കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഒന്ന് എഴുതി വെച്ചു ഡെഫിനിഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഈസ് ഡിഫൈൻ ആസ് ദി standard enthalpy of combustion is defined as the enthalpy change standard enthalpy of combustion is defined as the enthalpy change per mole of a substance. ആ വേർഡ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ, ഓർത്ത് നോക്കുക. എന്തായിരുന്നു ശരിക്കും ആൻസർ? എൻതാൽപ്പി ചേഞ്ച് പെർ മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. എൻതാൽപ്പി ചേഞ്ച് പെർ മോൾ ഓഫ് എ സബ്സ്റ്റൻസ് when it undergo combustion and all the reactants and product when it undergo combustion and all the reactant and product in their standard state. Repeat here. Enthalpy change of substance when the enthalpy change per mole of substance, per mole under per mole of substance when it undergoes combustion and all the reactant and product being in their standard state. Undergo combustion and all the reactant and product being in their standard state ആയിരിക്കണം കേട്ടോ. ഓക്കെ, then ഇപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് മീതെയിൻ, ഈതെയിൻ, അതൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ കത്തിക്കുക അല്ലെ. ഹൈഡ്രോ കാർബൺ ആണ് കൂടുതൽ ബേൺ ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എടുക്കുന്ന റിയാക്ടന്റ്, കമ്പഷൻ ചെയ്യുന്ന റിയാക്ടന്റ് 1 mol ആയിരിക്കണം. ബാലൻസ് ചെയ്യണ സമയത്ത് നമ്മൾ എടുക്കുന്ന ഏത് സബ്സ്റ്റൻസ് ആണോ അത് എത്ര എടുക്കാവൂ? 1. അതാണ് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കമ്പഷൻ ഓഫ് മീതെയിൻ ആണ് എങ്കിൽ എന്ത് എടുക്കണം? CH4 + O2. അപ്പൊ ഇനി നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലെ. കത്തിച്ചാൽ എന്ത് കിട്ടുക? ഹൈഡ്രോ കാർബൺ ഏതിനെ കത്തിച്ചാൽ എന്താ കിട്ടുള്ളൂ? എന്താ കിട്ടുക? CO2 ആൻഡ് വാട്ടർ. അത് അറിഞ്ഞു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഹൈഡ്രോ കാർബണിനെയാണ് ബേൺ ചെയ്യുക കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പൊ ഹൈഡ്രോ കാർബൺ എന്ത് കത്തിച്ചാലും എന്താ കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഹൈഡ്രജനും കാർബണും ഉള്ള ഏത് സബ്സ്റ്റൻസിനെ കത്തിച്ചാലും, ഹൈഡ്രോ കാർബണിനെ കത്തിച്ചാലും നമുക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ്. CO2 + H2O + ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി ഇങ്ങനെ എഴുതും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എപ്പോഴും 1 mol ആയിരിക്കണം, ഇവിടെ 1 ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ എഴുതിയപ്പോൾ 3/2 അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടി. ആ രീതിയിൽ കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1. ആദ്യം കാർബണിനെ ബാലൻസ് ചെയ്യണം, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം, ലാസ്റ്റ് ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇതാണ് റൂൾ കമ്പഷനിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കാർബൺ കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ അപ്പൊ എത്ര കൊടുക്കണം? 2. ദെൻ ഓക്സിജൻ ഇവിടെ നോക്കുക, 2 + 2 എത്രയാ? 4. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കും? 2 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതാണ് ഇതിൽ. അപ്പൊ 1 mol ആണിത്. ഇതിനെ കത്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, C4H10 + O2. ഇതിനെ ബാലൻസ് ചെയ്തേ, CO2 + H2O. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മറക്കരുത്, ഇതിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് അല്ലേ ഇവിടെ 3 ഇടേണ്ടി വരും, 2 അങ്ങനെ ഇടാൻ പാടില്ല. ഇത് എത്രയായിട്ട് എടുക്കണം? 1. ഇവിടെ 1 ആക്കി എടുക്കണം. അതാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കണം? പ്രൊഡക്റ്റ് ആയിരിക്കും. ആ പ്രൊഡക്റ്റ് എത്ര എടുക്കാവൂ? 1 mol. ബാക്കിയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ബാലൻസിങ് ആ രീതി ചെയ്താൽ മാത്രമേ ഇവിടെ ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇത് ബാലൻസ് ചെയ്ത് പറഞ്ഞു. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? 4 CO2 10 ഇല്ലേ, അപ്പൊ എന്ത് കൊടുക്കും? 5. ഓക്സിജൻ എത്ര വരും? 4 × 2 8.
8 + 5 13. അപ്പൊ എന്ത് ചെയ്യും? 13/2 കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ 2 വെച്ച് എന്തല്ലേ ഈ 13 നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് 8 ആകും. ആ രീതി ചെയ്യരുത്. ഇവിടെ ഇങ്ങനെ ഫ്രാക്ഷൻ വന്നുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ ഇത് മാത്രം ശ്രദ്ധിക്കണം. 1 കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, വേഗം എടുത്തെഴുതും. അപ്പൊ എന്തായിരുന്നു ഇതിന്റെ എഴുതേണ്ടത്? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് 1 mole ഓഫ് എന്തായിരിക്കും? മീഥേൻ. ഇതിന്റെ പേരെന്താ? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് 1 mole ഓഫ് ബ്യൂട്ടേൻ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഇവിടെ ഒരു വാല്യൂ ഒക്കെ എടുത്ത് എഴുതി തരും. അപ്പൊ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം എഴുതും. അങ്ങനെ എഴുതണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. ആ വാല്യൂ ഒന്നും ഒരു എക്സാമ്പിൾ പോലെ അങ്ങ് തന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലാതെ ആ വാല്യൂ കാണാതെ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പൊ ക്ലിയർ ആയിക്കോളും. എക്സാമ്പിൾ എന്ന് പറഞ്ഞെഴുതാം. അപ്പൊ ഇവിടെ 1 mole കേട്ടോ, ശ്രദ്ധിക്കുക. ഇത് 1 mole, ഇത് 1 ഉണ്ടോ, ഓർത്ത് വെക്കുക. ഇത് 1 mole ആണ് വരുന്നത്. അപ്പോൾ അത് മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓർത്ത് വെക്കണം. ഇതിനെയാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പൊ ഇത് 1 mole ആയിരിക്കണം, ഇതും 1 mole ആയിരിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. അത് ഓൾറെഡി നേരത്തെ എഴുതിയതാണ്, ഓർമ്മയുണ്ടോ? 3rd ചാപ്റ്ററിൽ കേട്ടോ. അതേ കൺസെപ്റ്റ് തന്നെ വീണ്ടും എഴുതാണ് കേട്ടോ. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. Enthalpy of atomization. It is the enthalpy change. It is the enthalpy change. It is the enthalpy change on breaking 1 mole of bond. 1 mole of bond. It is the enthalpy change on breaking 1 mole of bonds completely to obtain atoms in the gas phase. It is the enthalpy change on breaking 1 mole of bonds completely to obtain atoms in the gas phase. In the gas phase. അപ്പൊ H2 എന്ന് പറയുന്നതിന്റെ ആറ്റമൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും? 1 mole എന്ത് കിട്ടണം അല്ലെ? ഹൈഡ്രജൻ നമുക്ക് ബ്രേക്ക് ചെയ്യണം അല്ലെ? H2 ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് 1 mole ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആറ്റമൈസേഷൻ എന്താൽപ്പി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ചില സ്ഥലത്ത് ബോണ്ട് എന്താൽപ്പിയും ആറ്റമൈസേഷൻ എന്താൽപ്പിയും സെയിം ആയിരിക്കും. എപ്പോഴായിരിക്കും അത്? ഡയാറ്റമിക് വന്ന ബോണ്ട് എന്താൽപ്പിയും ആറ്റമൈസേഷൻ എന്താൽപ്പിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പോളി ആറ്റമിക് വന്നാൽ എന്ത് വരും? പോളി ആറ്റമിക് എന്ന് പറഞ്ഞാൽ എന്താ? O3 ഓസോൺ, P4 ഉണ്ടോ, ഓർത്ത് നോക്കാം. അത് വരുമ്പോ എന്ത് മാറും അല്ലെ? ബോണ്ട് എന്താൽപ്പി ആറ്റമൈസേഷൻ എന്താൽപ്പി ഒക്കെ ഡിഫറെന്റ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കാം. then അടുത്തത് ബോണ്ട് എന്താൽപ്പി. നെക്സ്റ്റ് ബോണ്ട് എന്താൽപ്പി. ബോണ്ട് എന്താൽപ്പി ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഒരു പോയിന്റ് ഉള്ളൂ. എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക്. എനർജി ഈസ് required to break a bond and energy is released when a bond is formed. Energy is required to break a bond and energy is released when a bond is formed. Energy is required to break a bond and energy is released when a bond is formed. Okay, അപ്പോൾ എന്താണ്? ഇപ്പോൾ CH4 അല്ലെങ്കിൽ അതുപോലെയുള്ള മോളിക്യൂൾ C6H12O6 അതിലൊക്കെ എത്ര ബോണ്ട് ഉണ്ടോ ആ ബോണ്ടുകളെല്ലാം എന്ത് ചെയ്യണം? നമുക്ക് ബ്രേക്ക് ചെയ്യണം അല്ലെ? അങ്ങനെ 1 mole
ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബോണ്ട് എൻതാൽപ്പി. കണ്ടോ? ഓർത്ത് നോക്കുക, ബോണ്ട് എൻതാൽപ്പി ആ രീതിയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബോണ്ട് എൻതാൽപ്പി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ മോളിക്യൂൾ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും അല്ലേ, നല്ല സ്ട്രോങ് ആയിരിക്കും. ആ രീതിയിലൊക്കെ ഓർത്ത് നോക്കുക. നെക്സ്റ്റ് അടുത്ത ടേം ആണ്, അടുത്തത് നമുക്ക് ഈ നേരത്തെ പഠിച്ച ഹെസ്സസ് ലോന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത് പഠിക്കാനുണ്ട്. ഹെഡിങ് എഴുതി വെക്കാം, ബോൺ ഹേബർ സൈക്കിൾ. BORN, ബോൺ ഹേബർ, HABER, ഹേബർ, ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിൾ ഓർത്ത് വെക്കാം. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, BORN, അത് കഴിഞ്ഞിട്ട് സ്പേസ് HABER, ഹേബർ സൈക്കിൾ കേട്ടോ. ഓർത്ത് നോക്കാം, ബോൺ ഹേബർ സൈക്കിൾ കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നല്ല പേരിട്ടാനെ കേട്ടോ. ഓക്കെ, അപ്പൊ അവരുടെ പേരിട്ട് പോയി കേട്ടോ. ഓർത്ത് നോക്കാം, ഹേബറിന്റെ പേരൊക്കെ ഇട്ടു. അപ്പൊ ബോൺ ഹേബർ സൈക്കിൾ അണ്ടർലൈൻ ചെയ്യാം. ഇത് സംഭവത്തിലേ ഉള്ളൂ, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, ലാറ്റിസ് എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ നമ്മൾ എഴുതും, ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് തേർഡ് ചാപ്റ്ററിൽ. ലാറ്റിസ് എൻതാൽപ്പി, ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? 3 dimensional സ്പേസ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാറ്റിസ്. 3 dimensional സ്പേസിനെയാണ് ലാറ്റിസ്. ഓർത്ത് നോക്കുക, അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്ന സമയത്ത് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു എന്തായിരുന്നു? കംപ്ലീറ്റ്ലി അല്ലെ, ഓർത്ത് നോക്കുക, കൺവേർട്ട് ടു എന്താണ്? സോളിഡ് അയണിക് കോമ്പൗണ്ട് ഇൻ ടു എ ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺ. ഇതാണ് എന്ത്? ലാറ്റിസ് എൻതാൽപ്പി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ല. അന്ന് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, എന്റെ കയ്യിൽ ഒരു ചോക്ക് ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, ആ ചോക്ക് വെച്ച് ഞാൻ സയനറേറ്റ് എറിയാണ് ആക്ച്വലി. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഓർ കുറച്ച് പൗഡർ എടുത്ത് ഇയാളെയും എറിഞ്ഞു. ഓക്കെ, ആർക്കായിരിക്കും അത് എഫക്റ്റീവ് ആയിട്ട് കൊള്ളുന്നത്? വൈ? ചോക്കിലും ചോക്ക് പൗഡറിലും ഒരേ കോമ്പൗണ്ടാ. എന്താ ഉള്ളത് ചോക്കിലും ചോക്ക് പൗഡറിലും? CO3 അല്ലെ, അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ്. അതാണോ ഉണ്ടോ? അയാൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ എന്തായിരുന്നു അല്ലെ, CaCO3 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡായിരിക്കും. അതെന്താ? നമ്മുടെ ഷെല്ലിലുള്ളതാണ്, എഗ് ഷെല്ലൊക്കെ. അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് കാൽസ്യം ഓക്സൈഡ് ആയിരിക്കും. ഈ കാൽസ്യം ഓക്സൈഡ് തന്നെയാണ് രണ്ടിലും ഉള്ളത് അല്ലെ. ഓക്കെ, പക്ഷെ എന്തുകൊണ്ട് മറ്റേത് എഫക്റ്റ് ആയി? അത് പറഞ്ഞാൽ രണ്ട് സോളിഡ് അല്ലേ, പൗഡർ എന്ന് പറഞ്ഞ സോളിഡ് അല്ലേ. കുറച്ചും കൂടി അല്ലെ, അയാൾ പറഞ്ഞു ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലെ. അതിന്റെ സ്ട്രെങ്ത് ഇതിനോളം കൂടുതലാണ്, സ്ട്രെങ്ത് കൂടുതലാണ്. എന്തുകൊണ്ട്? അതാണ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരേ മോളിക്യൂൾ ആണ്, സോളിഡ്സ് ആണ്, പക്ഷെ അവര് തമ്മിൽ എന്ത് ചെയ്യും? ഉള്ളിലൊരു ഷേപ്പ് ഉണ്ടാവും, ആ ഷേപ്പിന് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും കേട്ടോ. ഓർത്ത് നോക്കുക, കൂടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ലാറ്റിസ് എൻതാൽപ്പി എന്തായിരിക്കും? സെയിം ആയിട്ട് വെക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വരിക കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മാർബിൾ, ഗ്രാനൈറ്റ് എടുക്കാൻ പോകുന്നു. ആക്ച്വലി ഭയങ്കര വലിയൊരു പ്രൊജക്റ്റ് ആണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ അതിന്റെ ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് നോക്കാം. എന്താണ് അതിന്റെ ഹാർഡ്നെസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ? ഹാർഡ്നെസ്. അപ്പോൾ ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ? നല്ല ഒരു സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ആ ലാറ്റിസ് എൻതാൽപ്പി ഡയമണ്ടിന് അപ്പോൾ എന്തായിരിക്കും? ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും കുറവായിരിക്കും? ഗ്രാഫൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അല്ലേ. ഓർത്ത് നോക്കാം. എന്തുകൊണ്ടാന്ന് ഓർമ്മയുണ്ടോ? ഡയമണ്ട് എന്തായിരുന്നു? ഒരു കാർബൺ ആറ്റത്തിന് സറൗണ്ടിങ് ആയിട്ട് എത്ര കാർബൺ ആറ്റം വരും? എത്ര വരും? ഉണ്ടോ? കിട്ടി, 4 ഉണ്ടോ? ഇയാൾ പറഞ്ഞു 4 കാർബൺ ആറ്റം വരും. അതുകൊണ്ടാണ് ഡയമണ്ട് ആവുന്നത്. ഗ്രാഫൈറ്റിന് സറൗണ്ടിങ് ആയിട്ട് എത്ര വരും? 3 അല്ലേ. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ലൂസ്ലി പാക്ക് ആവുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, പാക്കിംഗ്, ആ 3 dimensional സ്പേസ്, അതിനെയാണ് എന്ത് വിളിച്ചത്? ലാറ്റിസ്. അത് ഒറ്റയടിക്ക് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല അല്ലെ. ഒറ്റയടിക്ക് കണ്ടെത്താൻ പറ്റില്ല. അതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എഴുതുന്നത് ലാറ്റിസ് എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ എഴുതും. അത് കഴിഞ്ഞിട്ട് ആ ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മളിപ്പോൾ വരക്കാൻ പോകുന്നത് കേട്ടോ. സ്കൂളിൽ തെർമോഡൈനാമിക്സ് കഴിഞ്ഞല്ലേ എല്ലാവരുടെയും? എടുത്തിട്ടില്ല? തുടങ്ങണുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കൂളിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഓർത്ത് നോക്കാം. ഈ രീതിയിലാണ് എടുക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റൻ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ രീതി തന്നെ എടുത്താൽ മതി. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കാം. അപ്പോൾ ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ്, ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ആൻ അയണിക് കോമ്പൗണ്ട്. ഫസ്റ്റ് പോയിന്റ് എഴുതാം കേട്ടോ. ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ആൻ അയണിക് കോമ്പൗണ്ട് is the enthalpy change. The lattice enthalpy of an ionic compound is the enthalpy change. Is the enthalpy change which occurs
when 1 mole of an ionic IONIC കേട്ടോ ionic compound dissociates into its ions in gaseous state. അടുത്ത പോയിന്റ് നെക്സ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഓർത്തോക്കെ നെക്സ്റ്റ് ലൈനിൽ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ അടുത്ത പോയിന്റ് ആയിട്ട് കേട്ടോ ഇറ്റ് ഈസ് impossible to determine lattice enthalpies directly by experiment comma we use an indirect method to construct an enthalpy diagram called a Born-Haber cycle. അല്ലെ ആ കൺസ്ട്രക്ട് ആൻ എൻതാൽപ്പി ഡയഗ്രാം ഒന്ന് അണ്ടർലൈൻ ചെയ്തേ കൺസ്ട്രക്ട് ആൻ എൻതാൽപ്പി ഡയഗ്രാം അപ്പോൾ ബോൺ ഹേബർ സൈക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം ലാറ്റിസ് എൻതാൽപ്പി അല്ലേ എന്താണ് ഡയറക്ട്ലി എക്സ്പെരിമെന്റലി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്ത് ഡയഗ്രാം ആണ് ഓർത്തുക ഡയഗ്രാം ആണ് എന്നുള്ളത് ഓർത്തുക നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ആണ് തന്നേക്കുന്നത് നോർമലി വേറെ അധികം എക്സാമ്പിൾ ഒന്നും ഇല്ല അത് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറ് വേറെ വന്നാലും നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഓക്കെ അപ്പൊ NaCl എക്സാമ്പിൾ ആണ് NaCl കേട്ടോ അപ്പോൾ ഇപ്പൊ എഴുതണ്ട NaCl കേട്ടോ ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൽ കാണാതെ എഴുതണം എന്നിട്ട് തന്നെ കാണിച്ചു തരണം കേട്ടോ ഓക്കെ അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ എഴുതിയിട്ട് കാര്യമില്ല അതൊരു പടം വരക്കുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല ഇനി നിങ്ങൾ വരക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് എന്നുള്ളതും കൂടി നോക്കി വെക്കണം കേട്ടോ ഓർത്ത് നോക്കാം അതും രണ്ടും സെയിം ആണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നേക്കുന്നത് ഇത്രയേ ഉള്ളൂ അത് എനിക്ക് വരക്കാൻ എളുപ്പമാണ് ആക്ച്വലി പക്ഷെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എവിടെ തുടങ്ങുന്നു എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടത്തില്ല ഓക്കെ അപ്പൊ എന്താണ് പർപ്പസ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അല്ലേ പക്ഷെ അങ്ങനെ മനസ്സിലാക്കാത്ത രീതിയിലാണ് അവര് തന്നേക്കുന്നത് ഒരു ഓർഡർ ഇല്ല അപ്പൊ അതിനൊന്ന് ഓർഡർ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ NaCl ഉണ്ടാവണം അല്ലെ ഓക്കെ NaCl ഉണ്ടാവുക എന്ന് പറയുമ്പോൾ NaCl കേട്ടോ ഓക്കെ എവിടെ നിന്നായിരിക്കും NaCl ഉണ്ടാവുന്നത് ഫോർമേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ ഓക്കെ ഫോർമേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ എവിടെ നിന്നായിരിക്കും അത് ഫോം ചെയ്യുന്നത് Na അല്ലേ പ്ലസ് എന്തായിരുന്നു ക്ലോറിൻ അല്ലേ അപ്പോ എവിടെ നിന്നൊക്കെ ആയിരിക്കും ഫോം ചെയ്ത് മെത്തേഡ് നോക്കിയേ ഇവിടെയുള്ള ആറ്റം എടുത്ത് ഇങ്ങോട്ട് എഴുതാം ഇവിടെ എണ്ണ ഉണ്ട് പിന്നെ ആരാളെ ക്ലോറിൻ ഇങ്ങനെ എഴുതി ഇനി നിങ്ങൾ നോക്കാം സോഡിയം ലോകത്തിലുള്ള എല്ലാ മെറ്റൽ ആറ്റവും എന്തായിരിക്കും മോണോ ആറ്റമിക് ആയിരിക്കും എന്തായിരിക്കും മോണോ ആറ്റമിക് ഒറ്റ എഴുതിയാൽ മതി സോഡിയം ആണെങ്കിൽ സോഡിയം അയണിക് Fe Mn ആണെങ്കിൽ Mn അല്ലെ മെറ്റൽസ് എല്ലാം എന്തായിരിക്കും മോണോ ആറ്റമിക് ഗ്യാസുകളാണ് ഗ്യാസ് ആരൊക്കെയാ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഗ്യാസുകളൊക്കെ പറഞ്ഞേ O2
N2, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ CO2. ഇവരൊക്കെ എന്താണ് പോളി ആറ്റമിക് അല്ലെങ്കിൽ എന്തായിരിക്കും ഡയാറ്റമിക് ആയിരിക്കും കേട്ടോ. ഓർത്ത് വെക്കുക, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതർ ദാൻ നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് എന്തായാലും റിയാക്ടർ ഇടയിൽ കയറി വരില്ല അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്ത് എഴുതണം? Cl2 ഉണ്ടോ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു Cl കിട്ടാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റൂല. എന്ത് കൊടുക്കണം? ഹാഫ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ഇവിടെ 1 മോൾ ആക്കി എടുക്കണം. ഉണ്ടോ, ഓർത്ത് വെക്കാം. ഇനിയാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ NaCl കേട്ടോ. നിങ്ങളുടെ കയ്യിലൊക്കെ എന്തായിരിക്കണേ നോക്കിയേ, NaCl നല്ല അല്ലെ, നല്ല സോളിഡ് ആയിട്ടുള്ള NaCl. പൗഡർ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ അല്ല, നല്ല സോളിഡ് ആയിട്ടുള്ള NaCl ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ആ NaCl ആണ് കയ്യിലിരിക്കുന്നത്. അതിന്റെ എന്താണ് നല്ല സ്ട്രെങ്ത് ഉണ്ടല്ലോ. ആ സ്ട്രെങ്ത് എങ്ങനെയൊക്കെ ഏതൊക്കെ കൂടിയിട്ടാണ് അതിന്റെ സ്ട്രെങ്ത് വരുന്നത്, അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ഇത് ഉണ്ടാകുന്ന കഥ മുതൽ തുടങ്ങേണ്ടി വരും അല്ലെ. ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ക്ലിയർ ആയിട്ട് വരിക അല്ലെ. ഓക്കെ, അപ്പൊ അതിലേക്കാണ് കൊണ്ടുവരിക അല്ലെ. ഓക്കെ, ഇപ്പൊ ഇയാളുണ്ട്, ഇയാളുടെ ക്യാരക്ടർ, ഇയാൾ ഭയങ്കര വലിയൊരു ആർട്ടിസ്റ്റ് ആണ്. അത് വലിയൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് അറിയോ, ചെറുപ്പത്തിലെ മുതലുള്ള ഒരു സ്റ്റോറി പറയേണ്ടി വരും അല്ലെ. ഓക്കെ, ഓർത്ത് നോക്കാം. ചെറുപ്പത്തിലെ അയാള് സെക്കൻഡ് വയസ്സിൽ അല്ലെ മുതൽ അയാൾ വരക്കുമായിരുന്നു. ഓർത്ത് നോക്കാം. അങ്ങനെ പല കഥകളൊക്കെ ചേർന്നിട്ടാണ് ഇയാൾ ഇങ്ങനെ ആയത് അല്ലെ. അങ്ങനെയൊക്കെ വരുന്ന സ്റ്റോറിയാണ് ഇതിന്റെ എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം സ്റ്റോറി ബോർഡ്. ഇപ്പൊ ആദ്യം നമ്മുടെ എന്നെ ഇപ്പൊ എന്താ സോളിഡ് ആണ് അല്ലെ. ഓർത്ത് നോക്കുക, എന്നെ എന്താ സോളിഡ്. നിങ്ങൾക്കറിയാം ഇത് സോളിഡ് ആണ് എന്നുള്ള ഒരു ഏരിയ വരാം. അപ്പോ ഈ സോളിഡ് മാറി അത് ആദ്യം എന്താക്കണം? ഗ്യാസ് ആയിരിക്കണം. സോളിഡ് മാറ്റി എന്താക്കണം? അതിനാ ഗ്യാസ് ആക്കണം. സോളിഡ് മാറ്റി ഗ്യാസ് ആക്കാൻ എന്ത് എൻതാൽപ്പിയാണ്? അതെന്താവും? ജി ആക്കാൻ എന്തായിരിക്കും? സബ്ലിമേഷൻ എൻതാൽപ്പി. അപ്പോ ഇത് ഡെൽറ്റ SUBH ഉണ്ടോ. ഓർത്ത് നോക്കുക. ഇനി ഇവിടെ എല്ലാം നോട്ട് ഇങ്ങനെ കൊടുക്കുക. അത് സ്റ്റാൻഡേർഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് കൊടുക്കുന്നത്. എന്താ സ്റ്റാൻഡേർഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ സോളിഡ് ആയിട്ടുള്ള Naയിൽ നിന്ന് Na+ ആയാൽ മാത്രമാണ് ഇവിടെ എന്താ കേൾക്കുന്നത്? Na+ ആൻഡ് Cl- Na+ ആകണം. Na+ ആവാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലസ് ആവാന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പറഞ്ഞാണ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് നോൺ ആസ് അയണൈസേഷൻ എന്താൽപ്പി. കണ്ടോ, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് നോൺ ആസ് അയണൈസേഷൻ എന്താൽപ്പി. എന്തായിരുന്നു അയണൈസേഷൻ എന്താൽപ്പി? കിട്ടുമല്ലോ. ഓക്കെ ദെൻ അവിടെ പറഞ്ഞു ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ദാറ്റ് ഈസ് നോൺ ആസ് ദി അയണൈസേഷൻ എന്താൽപ്പി. അപ്പൊ Na+ ആയി. അപ്പൊ ഇവിടെ ഞാൻ എന്ത് എഴുതും? ഡെൽറ്റ I എന്ന് പറഞ്ഞാൽ എന്താ? അയണൈസേഷൻ എന്താൽപ്പി. H. അപ്പൊ നമുക്ക് Na+ കിട്ടി. അതുപോലെ Cl- കിട്ടണം. Cl-. അപ്പൊ എങ്ങനെ കിട്ടും? Cl ഓൾറെഡി ഗ്യാസ് ആണ് അല്ലെ, അറിയാം. നമുക്ക് ഗ്യാസ് ആണെന്ന് ഓൾറെഡി അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനെ ഗ്യാസ് ഒന്നും മാറ്റണ്ട. ഇത് Cl2 ആണ്. Cl2 മാറി ഒരു Cl ആക്കി എടുക്കണം. അതിന്റെ ബോണ്ടിനെ പിടിച്ചിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പൊ എന്തായിരിക്കും ബോണ്ട് ഇങ്ങനെ ഒട്ടിക്കണതിന് എന്താ പറയുന്നത്? ബോണ്ട് എന്താൽപ്പി. എന്തായിരുന്നു? ബോണ്ട് എന്താൽപ്പി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതും? ഡെൽറ്റ. ഇവിടെ എന്ത് കൊടുക്കണം? ബോണ്ട് കേട്ടോ. ബി എന്ന് കൊടുത്താലും മതി. ഞാൻ ബോണ്ട് എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. H കേട്ടോ. ഓർത്ത് നോക്കാം. ബി എന്ന് എഴുതിയാലും മതി. ബോണ്ട് എന്ന് വേണമെങ്കിൽ ബോണ്ട് എന്ന് കൊടുക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. എന്താൽപ്പി. അപ്പൊ ആ ബോണ്ട് എന്താൽപ്പി എടുക്കുമ്പോൾ ഒരു ആറ്റം കിട്ടി അല്ലെ. ഓർത്ത് നോക്കാം. Cl. ഇനി Cl- ആകണം. Cl- ആകണമെങ്കിൽ എന്താൽപ്പി ആയിരിക്കും? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. എന്താ വരുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. അപ്പൊ എന്തായിരിക്കും കൊടുക്കുക? ഡെൽറ്റ കേട്ടോ. എന്താ Eg എന്ന് കൊടുക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ഡെൽറ്റ Eg H നോട്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? NaCl കിട്ടും. NaCl. അപ്പോ ഓർത്ത് വെക്കുക, ഇതാണ് മെയിൻ. ഇനി ഈ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഇത് ഇവർ എവിടെ നിന്ന് തുടങ്ങുന്നു എന്താ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ എഴുതും. മനസ്സിലായി? ഓർത്ത് നോക്കുക. അതാണ് ബോൺ ഹേബർ സൈക്കിൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രശ്നം കേട്ടോ. ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ നോക്കിയേ, ഈ സെയിം സാധനം തന്നെ എഴുതി വെച്ചേക്കുന്നതാണ്. നോക്കിയേ, ബാക്കിലേക്ക് ഒന്ന് പാസ് ചെയ്ത് നോക്കിയേ. ഈ സെയിം സംഭവം തന്നെ അവര് ഒരേ കാര്യം തന്നെ ഇത് ഒരു ടേബിൾ ആക്കും, ഇത് വേറെ ഇതാക്കും, അങ്ങനെ ഇതാക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ആ രീതിയിൽ വേണ്ട, ഇത് പഠിക്കുന്നതാണ് എളുപ്പം. അപ്പൊ വേറെ എന്ത് കോമ്പൗണ്ട് ചോദിച്ചാലും നമുക്ക് എന്ത് എഴുതാം? ഇത് വെച്ച് ചെയ്യാം അല്ലെ. ഓക്കെ, കാരണം എന്താ? ഇതിനെ ഇങ്ങനെ ഓർഡറിലാക്കി വെക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഇതേ കാര്യം തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവർ ഈ ഒരു സ്റ്റെപ്പുകളിലൊക്കെ ആക്കിയിട്ടാണ് ആ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് തരാൻ കാരണം സ്കൂളിൽ ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ അതേ കാര്യം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഈ കൊടുത്തേക്കുന്ന എല്ലാം ഉണ്ടാവും. പക്ഷെ അത് അവർ മിക്സ് ചെയ്ത് ഒരേ ഫ്രെയിമിലേക്ക് ആക്കി ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങിയിട്ടായിരിക്കും
പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കൊടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺ ആണെന്നാണ് എന്തിൽ പഠിപ്പിച്ചേക്കുന്നത്? ലാറ്റിസ് എന്താൽപ്പി. ഇൻഡിവിജ്വൽ ആറ്റത്തിന് നമുക്ക് എന്താക്കണം? ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺ. അതൊരു എന്താണ്? ജനറൽ സ്റ്റേറ്റ് ആണ്. എന്നാലാണ് നമുക്ക് അതിന്റെ എനർജി കിട്ടത്തുള്ളൂ കേട്ടോ. ഓർത്ത് വെക്കാം. അതുകൊണ്ടാണ് ലാറ്റിസ് എന്താൽപ്പിയുടെ ഡെഫിനിഷൻ എന്താ അല്ലേ? നമ്മൾ ലാറ്റിസ് എന്താൽപ്പിയിൽ എന്താ പറയുന്നത്? സോളിഡ് അയണിക് കോമ്പൗണ്ട് കൺവേർട്ട് ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഗേഷ്യസ് അയോൺസ് അല്ലേ? ഓക്കെ, ആ രീതിയിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് വരണം അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവര് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാല്യൂ നിങ്ങൾക്ക് ആവശ്യമില്ല. ഫോർമേഷൻ എന്താൽപ്പിയാണ് ഡെൽറ്റ എഫ് എച്ച്. ഇത് ഡെൽറ്റ എഫ് എച്ച് കേട്ടോ. ഫോർമേഷൻ എന്താൽപ്പി ഞാൻ പറഞ്ഞല്ലോ, 1 മോൾ ഇത് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ട ആള്. എന്തായിരുന്നു? ലാറ്റിസ് എന്താൽപ്പി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഡെൽറ്റ ലാറ്റിസ് കേട്ടോ. ഓർത്ത് നോക്കാം. ലാറ്റിസ് വരുന്നത് ലാറ്റിസ് എന്താൽപ്പി എച്ച് കേട്ടോ. ഓർത്ത് നോക്കാം. എല്ലായിടത്തിനും നോട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, വേഗം എഴുതി വെച്ചു. കാണാതെ കേട്ടോ, പഠിച്ചിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, ഏകദേശം മെത്തേഡ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെറുതെ എഴുതി വെക്കുക. എന്തുകൊണ്ടത് ഗ്യാസ് ആകും? എന്താ താല്പര്യം? സബ്ലിമേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ അങ്ങനെ ഓരോന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഫോർമേഷൻ എന്താൽപ്പി കേട്ടോ. ഓർത്ത് നോക്കാം. എഫ് എന്ന് കൊടുത്താൽ ഫോം ചെയ്യുക. ഇത് 1 മോൾ ഉണ്ടാവാനായിട്ടുള്ള എനർജി എന്നാണ് കേട്ടോ. ഫോർമേഷൻ എന്താൽപ്പി മനസ്സിലാക്കി എഴുതണം കേട്ടോ. മെത്തേഡ് ഓക്കെ ആണോ? സ്മോൾ ലെറ്റർ ആയി കൊടുക്കണം കേട്ടോ. ക്യാപിറ്റൽ ഒന്നും കൊടുക്കരുത് കേട്ടോ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അപ്പൊ ആദ്യത്തെ എലമെന്റ് എവിടെ വരെ ആക്കണം? ആദ്യത്തെ എൻ എ ആയിരുന്നല്ലേ? എൻ എനെ നമ്മൾ എന്താക്കി? എൻ എ പ്ലസ് ഗ്യാസ് വരെ. അപ്പൊ 2 സ്റ്റെപ്പ്. സി എല്ലിനെ എന്താക്കി? സി എൽ മൈനസ് ആക്കി. അങ്ങനെ ഓർത്ത് വെക്കണ്ടേ? അതിന്റെ ഇടയിൽ ആദ്യം എന്താക്കി? ഒരു സീലാക്കി. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബോണ്ട് എന്താൽപ്പി അല്ലേ? ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കേട്ടോ. ഓക്കെ, ഏകദേശം ആ ഒരു സ്റ്റെപ്പുകൾ കിട്ടണം കേട്ടോ, ക്ലിയർ ആയിട്ട്. ഓക്കെ അല്ലേ? കാണാതല്ലേ എഴുതിയത്? വീണ്ടും അപ്പുറത്ത് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? നോക്കരുത് കേട്ടോ. നീ താഴത്തോട്ട് വെച്ചു കേട്ടോ. ഓർത്ത് വേണ്ട, ഇയാൾ ഇങ്ങനെ വെച്ചിട്ടാണ് എഴുതിയത്. വെരി ഗുഡ് കേട്ടോ. ഇതെന്താ താല്പര്യം? ലാറ്റിസ് ഉണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഇതെന്താ താല്പര്യം? വരച്ചോ. ഓക്കെ, ഏറ്റവും മുകളിലത്തെ എന്താൽപ്പി എന്താ? എഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ എന്താൽപ്പി. ഓക്കെ, ഇതെന്തിനാ ഇത് എഴുതിയത്? എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് എഴുതിയത്? ഈ ഡയഗ്രാം NaCl എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാ? എന്തെന്താൽപ്പി? പർപ്പസ് എന്താ? ലാറ്റിസ് എന്താൽപ്പി കേട്ടോ. ഓക്കെ, ആ കണ്ടെത്തുന്നതിന്റെ പേരെന്തായിരുന്നു? ഈ ഡയഗ്രത്തിന്റെ മെയിൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡയഗ്രത്തിന്റെ പേരെന്താ? മെയിൻ ഹെഡിങ് എന്തായിരുന്നു? ഏതൊരു സയന്റിസ്റ്റിന്റെ പേരല്ലേ? അതെന്തായിരുന്നു? ബോൺ ഹേബർ സൈക്കിൾ കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബോൺ ഹേബർ സൈക്കിളിന് ഒരു അണ്ടർലൈൻ വേർഡ് ഉണ്ടായിരുന്നു. ആ വേർഡ് എന്തായിരുന്നു? കൺസ്ട്രക്ട് എന്താൽപ്പി ഡയഗ്രാം കേട്ടോ. ഓക്കെ, വാട്ട് യു മീൻ ബോണ്ട് എന്താൽപ്പി? സോറി, ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്ട് എന്താൽപ്പി ഡയഗ്രാം അല്ലേ? കൺസ്ട്രക്ട് എന്താൽപ്പി ഡയഗ്രാം. ഓക്കെ, ഡെൽറ്റ അയണൈസേഷൻ എന്താൽപ്പി കേട്ടോ. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കേട്ടോ. ഓർത്ത് നോക്കാം. ചോദിക്കണോ കേട്ടോ. എന്താ ഈ GH എന്ന് കൊടുക്കാൻ കാരണം? എന്തായി മാറി? CL എന്തായി മാറി? CL മൈനസ് ആകുമ്പോൾ എന്തായി? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഗെയിൻ ചെയ്തുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. I എന്താ എന്ന് വെച്ചാൽ എന്താ? അയോൺ എന്ത് ചെയ്യും? കിട്ടുവാണോ കൊടുക്കുകയാണോ? പ്ലസ് ആവുമ്പോൾ എന്താവും? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യോ അതോ റിസീവ് ചെയ്യോ? എന്നെ
Na plus ആവുമ്പോൾ ഡൊണേറ്റിംഗ് കേട്ടോ, ഓർത്തോക്കെ ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. ഓക്കെ, അപ്പോൾ അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ എന്താ, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഡൊണേറ്റ് ഇലക്ട്രോൺ അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ട് കിട്ടണം. ഏതാ മോനെ, എക്സ് നോട്ടോ എച്ച് നോട്ട്, നോട്ട് എന്ന് കൊടുത്താൽ സ്റ്റാൻഡേർഡ് എന്താൽപ്പി കേട്ടോ, ഓർത്തോക്കെ. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് സിറ്റുവേഷനിൽ ഇത് ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ്. എച്ച് എന്താൽപ്പി, എച്ച് എന്ന് പറഞ്ഞാൽ എന്താൽപ്പി എല്ലാത്തിലും ഓർത്ത് നോക്കാം. അത് ഓരോ സിറ്റുവേഷനിലും മാറും അല്ലേ, ഓർത്ത് നോക്കാം. എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ, എനർജി അല്ലേ. ഓക്കെ, അപ്പൊ ഇവർ പറയാണ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സബ്ലിം അല്ലേ, ഒരു കോമ്പൗണ്ടിനെ നമുക്ക് ഗ്യാസ് ആക്കണം അല്ലെ, അതിനൊരു എനർജി കൊടുത്തു. അങ്ങനെ എനർജി കൊടുക്കുമ്പോൾ അതിനെന്തായി, സബ്ലിമേഷൻ എന്താൽപ്പി അല്ലേ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത് അല്ലേ, സബ്ലിമേഷൻ എന്താൽപ്പി. കേട്ടോ, അപ്പൊ ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കാണ്, ക്ലിയർ ആണ് അല്ലെ. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കിച്ചണിന്റെ പ്രോസസ്സ് തന്നെയാണ്. ആക്ച്വലി കിച്ചണിൽ എന്ത് ചെയ്യും, ഓരോ സബ്സ്റ്റൻസും അല്ലെ എടുക്കുന്ന ഒരു ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട് അല്ലെ. അവർ എക്സ്പീരിയൻസ് കൊണ്ട് കിച്ചണിലുള്ള ആൾ ഇത്രയും ടെമ്പറേച്ചറിൽ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ അടുത്ത ലെവലാവും അല്ലെ. ഓക്കെ, ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ നമ്മുടെ പഞ്ചസാര എടുത്തിട്ട് ഒരു കാരമൻ ആയിട്ടുള്ള ഒരു കളർ കിട്ടും അല്ലെ. കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, കരിഞ്ഞു പോകും. കുറഞ്ഞു കഴിഞ്ഞാൽ കളർ കിട്ടുമോ, ഇല്ല. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് അവര് മറ്റേ മെഷീൻ വെച്ചിട്ടൊക്കെയാണോ ചെയ്യുന്നത്, അല്ല. പക്ഷെ ശരിക്കും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, വേണമെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ മെഷർമെന്റും അല്ലെ വലിയ ലാർജ് സ്കെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരും അല്ലെ. അതാണ് മെഷീനറീസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം, ഇതൊരു ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതാണ്, കൺസെപ്റ്റ് മനസ്സിലാവണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. ഇത് തന്നെയായിരുന്നു ഈ ടോപ്പിക്കിലെ മെയിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ, സ്പോണ്ടേനിറ്റി. അടുത്ത ഹെഡിങ് സ്പോണ്ടേനിറ്റി, SPONTANEITY, സ്പോണ്ടേനിറ്റി. SPONTANEITY, സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാ വാട്ടർ ഞാൻ ഇങ്ങനെ ഒഴിച്ചു, അത് താഴേക്ക് പോകുമ്പോൾ എനർജി എന്തെങ്കിലും കൊടുക്കണോ, ഇല്ല. വാട്ട് ഇസ് ദ റീസൺ, ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം ഹയർ എനർജി ടു ലോവർ എനർജി അല്ലെ, അങ്ങനെ പോകുന്ന പ്രോസസ്സാണ്. ഇനി നേരെ തിരിച്ചാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് കുറച്ച് വെള്ളത്തിന് താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ എനർജി അല്ലെ. ഇപ്പൊ ഇയാള് കുറച്ച് വെള്ളം എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരണം, ഇയാളുടെ എനർജി യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെയാണ് താഴെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് വരിക അല്ലെ. ഓക്കെ, അപ്പൊ അതെന്താ, നോൺ സ്പോണ്ടേനിയസ്. അവിടെ എനർജി കൊടുക്കണം, മറ്റേതിന് എനർജി വേണ്ട. അപ്പൊ ചില റിയാക്ഷൻ തനിയെ നടക്കും ഈ റൂം ടെമ്പറേച്ചറിൽ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, സ്പോണ്ടേനിയസ് അല്ലെ. ഒരു പെട്രോൾ എടുത്തു, തീ കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം, കത്താനായിട്ട് വേറെ വല്ല ചെയ്യണോ, ഇല്ല. അതെന്ത് ചെയ്യും, തനിയെ കത്തിക്കോളും. അതെന്തായിരിക്കും, സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് അല്ലെ. ഓർത്തോക, ഈ ബിൽഡിംഗ് കത്തിക്കണം, തനിയെ കത്തൂ. ഒരു തീപ്പെട്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കത്തൂ, ഇല്ല, വേണം ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് അല്ലെ, ഓർത്ത് നോക്കുക, എന്താണ് അത്, സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ് അല്ലെ. വാളും ഇതൊക്കെയാണ്, അത് നോൺ സ്പോണ്ടേനിയസ് ആണ്. എക്സ്ട്രാ എനർജി കൊടുത്താൽ എന്ത് ചെയ്യും അല്ലെ, ബേൺ ചെയ്യും. അപ്പൊ നോർമലി നമ്മൾ ഓർത്ത് നോക്കാം, രണ്ട് പ്രോസസ് ഉണ്ട്, നോൺ സ്പോണ്ടേനിയസും സ്പോണ്ടേനിയസും. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഏജൻസി ഒന്നും ഇല്ലാതെ തനിയെ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പോണ്ടേനിയസ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എഴുതി വെച്ചോ ഡെഫിനിഷൻ. A spontaneous process is an irreversible process. IRREVERSIBLE, irreversible process. And may only be reversed by some external agency. A spontaneous process is an irreversible process and may only be reversed by some external agency. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ, അത് ഇറിവേഴ്സിബിൾ ആയിട്ട് അല്ലെ വരുള്ളൂ. ആ എക്സ്റ്റേണൽ ഏജൻസി ഒന്നുമില്ല എങ്കിൽ എന്തായിരിക്കും, അത് സ്പോണ്ടേനിയസ് ആയിരിക്കും, തനിയെ നടക്കുകയാണെങ്കിൽ
കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എഴുതി വെക്കാം. അടുത്ത സബ് ഹെഡിങ് ആണ് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എൻട്രോപ്പി, ENTROPY, എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. അപ്പൊ എൻട്രോപ്പി എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ? ഓക്കെ, അപ്പൊ എൻട്രോപ്പിയുടെ പോയിന്റ് ആണ് ആദ്യത്തെ പോയിന്റ് എഴുതാൻ കേട്ടോ. ഓക്കെ, എൻട്രോപ്പി ഒന്ന് എഴുതി വെച്ചു കേട്ടോ. എൻട്രോപ്പി എന്നുള്ള പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ദ ഡിഗ്രി ഓഫ് റാൻഡംനെസ്. The degree of randomness or disorder in the system is known as entropy. The degree of randomness or disorder in the system is known as entropy. The degree of randomness or disorder. The degree of randomness or disorder of the system. The degree of randomness or disorder of the system. അപ്പോൾ ഈ എൻട്രോപ്പിയും അതുപോലെ സ്പോണ്ടേനിയസ് പ്രോസസ്സും കൂടി നമുക്ക് ഓൾറെഡി എന്താണ് ആ കൺസെപ്റ്റ് എന്നുള്ളത് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ ഓരോ ഐസിന്റെ ഒരു ചെറിയ പീസ് തന്നേക്കാണ്, കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കാണ്. നിങ്ങൾ പിടിക്കുക കേട്ടോ, ഓർത്ത് വെക്കുക. എല്ലാവരും കയ്യിൽ ഓർത്ത് വെക്കുക. ദെൻ ഐസ് കയ്യിലിരിക്കുകയാണ് അല്ലെ, നല്ല തണുപ്പ് തോന്നണല്ലേ? ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഐസ് മെൽറ്റ് ആവില്ലേ? എന്തുകൊണ്ട് മെൽറ്റായി? ബോഡി ടെമ്പറേച്ചർ. നിങ്ങൾ ബോഡി ടെമ്പറേച്ചർ കൊടുക്കും. അപ്പൊ അതെന്ത് ചെയ്യും? ആ ബോഡി ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ഐസ് എന്താണ് ചെയ്യുന്നത്? അവിടെ എന്തുണ്ട്? ഐസിന്റെ ഇടയിൽ നല്ലൊരു റിജിഡ് സ്ട്രക്ചർ ഉണ്ട് അല്ലേ? ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് പതുക്കനെ എന്താവും? മെൽറ്റ് ആകും. അങ്ങനെ മെൽറ്റ് ആകുമ്പോൾ റാൻഡംനെസ് കൂടുവോ കുറയോ? എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ അനങ്ങാതിരിക്കോ? നന്നായിട്ട് കിടന്ന് അനങ്ങോ? നന്നായിട്ട് മൂവ്മെന്റ് ഉണ്ടാവും അല്ലേ? അപ്പോ എൻട്രോപ്പി കൂടും. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐസ് ഇപ്പൊ മെൽറ്റ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസസ്. അപ്പൊ മെൽറ്റിംഗ് ഓഫ് ഐസ് എൻട്രോപ്പി എന്തായിരിക്കും? പോസിറ്റീവ്. എൻട്രോപ്പി എന്താ? പോസിറ്റീവ്. അപ്പൊ റാൻഡംനെസ് എന്ത് ചെയ്യും? കൂടും. റാൻഡംനെസ് കൂടും. അപ്പൊ എൻട്രോപ്പി കൂടുന്നുണ്ട്. എൻട്രോപ്പി കൂടുന്ന സമയത്ത് അവിടെ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ? എന്തായിരിക്കും അത്? സ്പോണ്ടേനിയസ്. അങ്ങനെ തനിയല്ലേ അല്ലേ? ഓർത്ത് നോക്കാം, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് അത് പതുക്കനെ അല്ലെ ആ ഒരു സിറ്റുവേഷനിൽ ആ എൻട്രോപ്പി എന്ത് ചെയ്യും അല്ലെ? കൂടുന്നുണ്ട്. ഒപ്പം തന്നെ അത് സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയി. അതെന്തായിരുന്നു ആക്ച്വലി അല്ലെ? എൻട്രോപ്പി ഇൻക്രീസസ് ആൻഡ് സ്പോണ്ടേനിയസ്. ഐസ് മെൽറ്റ് ആവുന്നു. ഇനി നേരെ തിരിച്ചോ, ഒരു കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ചു തരാണ്, അത് ഐസ് ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ ഐസ് ആക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഒരു എക്സ്റ്റേണൽ ഏജൻസി വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വരും അല്ലെ? ഓർത്ത് വെക്കാം. അല്ല ആ സമയത്ത് തനിയെ നടക്കുമോ? ഇല്ല. അപ്പൊ അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, എൻട്രോപ്പിയും സ്പോണ്ടേനിയസും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, ടെമ്പറേച്ചർ തമ്മിൽ അല്ലെ? ഓക്കെ, അപ്പൊ ആ ടെമ്പറേച്ചർ ഈ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഇതിന്റെ മെയിൻ ഒരു ഐഡിയ കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇതിന്റെ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ എസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതിക്കോട്ടോ, ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സ് ഡിവൈഡഡ് ബൈ ടി. ഡെൽറ്റ എസ് ഈക്വൽ ടു, ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്നാണ് കേട്ടോ. ഡെൽറ്റ എസിന്റെ അവിടെ തന്നെ എഴുതി വെച്ചേ, ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സ് ഡിവൈഡഡ് ബൈ ടി, ഓർ ഡെൽറ്റ എസ് എൻട്രോപ്പി ആണ് കേട്ടോ. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി. Delta S is equal to delta H divided by T. Delta S എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞേ? ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം കേട്ടോ. ഓർത്ത് നോക്കുക. ഡെൽറ്റ എച്ച് എന്തായിരുന്നു? ചേഞ്ച് ഇൻ എൻതാൽപി. ടി എന്തായിരുന്നു? ടെമ്പറേച്ചർ കേട്ടോ. ഓക്കെ, ടി ടെമ്പറേച്ചർ ആണ്. എന്തിലായിരിക്കും എടുക്കേണ്ടത് എപ്പോഴും? കെൽവിൻ കേട്ടോ. ഓർത്ത് നോക്കുക, ടെമ്പറേച്ചർ ഓൾവേസ് കെൽവിനിൽ എടുക്കണം.
ഇനി താഴെ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, എ സിസ്റ്റം അറ്റ് ഹയർ ടെമ്പറേച്ചർ a system at higher temperature has greater randomness. നിങ്ങളുടെ കയ്യിലിരുന്ന ഐസ് അല്ലേ, ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടി, എൻട്രോപ്പി കൂടി. ഹയർ ടെമ്പറേച്ചർ ഹാസ് ഗ്രേറ്റർ റാൻഡംനെസ്. മാത്രം എഴുതിയാൽ മതി. ഈ കൺസെപ്റ്റ് തന്നെ അവർ കുറേ വേർഡിങ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് എഴുതാനുണ്ട് ഇവിടെ വന്നേക്കുന്നത്. ഒന്ന് എഴുതി വെച്ചു. ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് for the system and surrounding of a spontaneous process. The total entropy change for the system and surrounding of a spontaneous process is given by delta S total. ഓർത്ത് നോക്കുക, ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് എന്ത് വരും, ഡെൽറ്റ എസ് സറൗണ്ടിങ്. കേട്ടോ, ഓർത്ത് നോക്കുക, സിസ്റ്റം സറൗണ്ടിങ് ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. സിസ്റ്റം സറൗണ്ടിങ് ഗ്രേറ്റർ ദാൻ 0. ഇതിന്റെ മീനിങ് എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്തായിരിക്കും? പോസിറ്റീവ്. കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഈ ഇതെന്തായി മാറും അല്ലെ, ടോട്ടൽ എൻതാൽപ്പി ആയിട്ട് വരുന്നത്, എൻട്രോപ്പി വരുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു മീനിങ് ആണ്. കേട്ടോ, ഓർത്ത് വെക്കുക. അതൊന്ന് എഴുതി വെക്കാം. ഓക്കെ. ഇനി ഡെൽറ്റ എസ് 0 ആയാൽ ഇക്വിലിബ്രിയം ആയിരിക്കും. കേട്ടോ, ഓർത്ത് വെക്കുക. അതും കൂടി എഴുതി വെക്കണം കേട്ടോ. ഡെൽറ്റ എസ് ഈക്വൽ ടു 0 ബ്രാക്കറ്റിൽ ഇക്വിലിബ്രിയം. ഡെൽറ്റ എസ് ഈക്വൽ ടു 0 ബ്രാക്കറ്റിൽ ഇക്വിലിബ്രിയം. ഡെൽറ്റ എസ് ഈക്വൽ ടു 0 ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്താണെന്ന് അടുത്ത ഇതിൽ വരും കേട്ടോ. ഓക്കെ. ദെൻ അടുത്തൊരു ചെറിയ ടോപ്പിക് ഉണ്ട്, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിയസ്. ഗിബ്സ് എനർജി, GIBBS, ഗിബ്സ്, GIBBS, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. GIBBS, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. GIBBS, ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. കേട്ടോ, ഓർത്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എഴുതിയേക്കുന്ന. ആ സ്പോണ്ടേനിറ്റി മുതൽ തുടങ്ങിയേക്കുന്നില്ലേ, അത് മുഴുവൻ കൊണ്ടുവരുന്നത് ഈ ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് ഈ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു ഇക്വേഷൻ ആണ്, ആ ഇക്വേഷൻ വെച്ച് കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഇങ്ങനെ ഈ വേർഡ് ഇങ്ങനെ കൊടുത്തേക്കുന്ന കുറേ റിപ്പീറ്റേഷൻ ഉണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എടുക്കുന്നു, സറൗണ്ടിങ്ങിൽ കൂടി കഴിഞ്ഞാൽ മറ്റത് കുറയും, അങ്ങനെ ശരിയല്ലേ അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഐസ് കയ്യിൽ വെച്ചു, ഐസ് കയ്യിൽ വെക്കണ സമയത്ത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് പറ്റും? ആർക്ക് കൊടുക്കും? ഐസിന് കൊടുക്കും അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലേ, നിങ്ങളുടെ അത്രയും കിലോ ഉള്ള ഒരു ഐസ് നിങ്ങളുടെ മേത്തിട്ടാൽ എന്തായിരിക്കും അല്ലേ? ഓർത്ത് നോക്കുക. കുറേ ഒരു ഐസ് അല്ലേ, ഒരു 20 കിലോ ഐസ് കൊണ്ടുവന്നിട്ട് മേത്തിട്ട് ഐസ് എന്ത് പറ്റും അല്ലേ? നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ പോയി നിങ്ങൾ ഫ്രീസ് ആയി പോകില്ലേ? അപ്പൊ എന്ത് പറ്റി? നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ ഐസിന്റെ ബോഡി ടെമ്പറേച്ചർ ഐസിന്റെ ടെമ്പറേച്ചർ കൂടും അല്ലേ? ഓർത്ത് നോക്കുക. അപ്പോൾ ഒരെണ്ണം കൂടിക്കഴിഞ്ഞാൽ മറ്റേതെന്ത് ചെയ്യും? കുറയും. ടോട്ടൽ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ടോട്ടൽ സെയിം ആയിരിക്കും. അപ്പൊ അത് ഭയങ്കര ഒരു പേജ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ,
വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് ഇതിലുള്ള കണ്ടന്റ് എന്ന് പറയുന്ന ഇതായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല കേട്ടോ, ഓർത്ത് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ ആ വേർഡിംഗ് ഒന്നും ആവശ്യമില്ല. ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റിയിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഒരു ഇക്വേഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി ഇവിടെ ഒരു ഇക്വേഷൻ ആണ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതൊന്ന് ബോക്സിലാക്കി വെക്കാം കേട്ടോ. ഇപ്പൊ തന്നെ പഠിക്കണം. ഇതിന് എല്ലാ കണ്ടീഷൻസും നമുക്ക് എഴുതാനുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഡെൽറ്റ ജി എന്താന്ന് എഴുതി വെക്കുക. ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി. ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി. ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ചേഞ്ച് ഇൻ എൻതാൽപി. ടി ടെമ്പറേച്ചർ, ഡെൽറ്റ എസ് എൻട്രോപ്പി കേട്ടോ. അത്രയും വേഗം എടുത്ത് എഴുതാം. ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി. ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി, GIBBS, ഗിബ്സ് എനർജി. ഇത് നമ്മൾ പഠിക്കുന്നത് സ്പോണ്ടേനിയസ് പ്രോസസ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്താവും? സ്പോണ്ടേനിയസ് ആവും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അതിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോയിന്റ് ഇതിന്റെ താഴെ എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. Delta G is negative, comma, reaction spontaneous. Delta G is negative, reaction spontaneous. അപ്പോൾ അടുത്ത പോയിന്റ് എന്തായിരിക്കും? Delta G is positive, comma, reaction non-spontaneous. Reaction non-spontaneous. Delta G positive, reaction non-spontaneous. അവിടെ നമുക്ക് കണ്ടീഷൻസ് വെച്ച് കണ്ടെത്തണം. അതാണ് ഗെയിം കേട്ടോ. അതാണ് ഇപ്പൊ നമ്മൾ പല പല കണ്ടീഷൻസ് എഴുതും. ഒന്ന് രണ്ട് കണ്ടീഷൻ എഴുതും, നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പൊ അതനുസരിച്ച് പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ഒക്കെ ആയിട്ട് കുഞ്ഞ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ, ഇനി ഇത് എന്തിനു പഠിക്കുന്നു? ആ പർപ്പസിലേക്ക് വരാം. ഈ ചാപ്റ്ററിൽ നമ്മുടെ പേരെന്തായിരുന്നു? തെർമോ ഡയനാമിക്സ്. തെർമോ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എനർജി ആയിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം, ഹീറ്റ് എനർജി ആയിട്ട് റിലേറ്റഡ് ആണ്. ആ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഓർത്ത് നോക്കുക. ഇയാൾ സയൻസ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു കമ്പനി തുടങ്ങുകയാണ് ആക്ച്വലി. അപ്പൊ അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പോകണം. കമ്പനി വേറെ ഒന്നുമില്ല, പ്ലാസ്റ്റിക് എക്യുപ്മെന്റ്സിന്റെ ഒരു കമ്പനിയാണ് ആക്ച്വലി. പോളിമർ സയൻസ് ഉപയോഗിച്ച് ഇന്നേ വരെ കാണാത്ത ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കുകയാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. വിചാരിക്കാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അതിന്റെ മെഷീൻസ് ഒക്കെ വാങ്ങിക്കും അല്ലേ, ഓർത്ത് നോക്കാം. നമുക്കറിയാം പോളിമർ ഉപയോഗിച്ചിട്ട് പല പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു കുഞ്ഞു ടോയ് ഉണ്ടാക്കുകയാണ് ആക്ച്വലി പോളിമർ കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു കുഞ്ഞ് ടോയ് ഇരിക്കുന്നുണ്ട്, ഒരു ദിനോസർ, കുഞ്ഞു ടോയ് ദിനോസർ ഉണ്ടാക്കാൻ പോകണം അയാൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യും അല്ലെ? ആ പോളിമർ മെൽറ്റ് ആവണ്ടേ, ഓർത്ത് നോക്കാം. ഇയാൾ അതിൽ കൊടുക്കുന്ന ടെമ്പറേച്ചർ എത്ര കൊടുക്കും? തോന്നിയ പോലെ കൊടുക്കും. ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ അല്ലെ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഇലക്ട്രിസിറ്റി ഓർ അല്ലെ പെട്രോൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അത് കൂടുതൽ കൊടുത്താൽ എന്ത് പറ്റും? അത് വേസ്റ്റ് ആയി പോകും അല്ലെ. കുറവ് കൊടുത്താൽ നടക്കൂല അല്ലെ. അപ്പൊ കറക്റ്റ് ആയിരിക്കണം. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോളിമർ ആണ് എടുത്തത്. പോളിമറിന്റെ ഒരു മോളിക്യൂളിന്റെ ഡെൽറ്റ എച്ച് സയന്റിഫിക്കലി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ വാല്യൂ എടുക്കും. അപ്പൊ ഇയാൾ ആ കമ്പനി തുടങ്ങുന്നു, അതിൽ പോളിമർ കേട്ടോ, ഓർത്ത് നോക്കാം. ആ പോളിമർ എടുത്തു, പോളിത്തീൻ. ആ പോളിത്തീന്റെ ഗ്രാന്യൂൾസ് എടുത്തു. ആ ഗ്രാന്യൂൾസിന്റെ ഡെൽറ്റ എച്ച് അയാൾക്കറിയാം. അത് ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതല്ലേ, ടെമ്പറേച്ചർ അല്ലേ നമുക്ക് മാറ്റാനുള്ളൂ, വേറെ വല്ലതും മാറ്റാൻ പറ്റുമോ? ഓർത്ത് നോക്കുക. ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുമ്പോൾ എന്ത് മാറും? ഡെൽറ്റ എസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകാം. അത് വെച്ചിട്ട് നമുക്ക് ഈ വാല്യൂ എന്ത് ചെയ്യും? കിട്ടും. അത് ഡെൽറ്റ എച്ച് കറക്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ എത്ര ടെമ്പറേച്ചർ കൊടുക്കണം? അത്രയും കൊടുത്താൽ മതി. അതൊക്കെ കൂടുതൽ കൊടുക്കണോ? ഇല്ല. അപ്പൊ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ പോളിമർ മെൽറ്റ് ആകും, കറക്റ്റ് സെറ്റ് ആവാനുള്ള ആ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ ഈ ഇക്വേഷൻ വെച്ച്, അപ്പൊ ഡെൽറ്റ ജി നമ്മൾ 0, അതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ.
നിങ്ങളുടെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ റിയാക്ഷൻ ഇനി ചിലപ്പോൾ അയാൾ ഈ അല്ലെ കുഞ്ഞു ദിനോസറാണ്, അയാൾ വേറൊരു സബ്സ്റ്റൻസ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് നോക്കി, അത് ഡെൽറ്റ എച്ച് ഓൾവേസ് പോസിറ്റീവ് ആണ്, ഹൈ പോസിറ്റീവാണ്. ഹൈ പോസിറ്റീവ് ആണെങ്കിൽ അയാൾ ചെയ്യുമോ? അതിന് മീനിങ് എന്താ? ഹൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും തനിയെ അത് ഉണ്ടാവില്ല. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവോ? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കോ? ഇല്ല. അപ്പോൾ ആ മെറ്റീരിയൽ അയാൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യില്ല അല്ലെ. ഇയാൾ വലിയൊരു കമ്പനിയുടെ ഓണർ അല്ലേ, വേൾഡിലെ മുഴുവനും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയ പുതിയ മെറ്റീരിയൽ ഒക്കെ വെച്ച് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പുതിയ ഇന്നോവേഷൻ എടുക്കുന്നത് അല്ലേ. ഇപ്പൊ ഒരു ടോയ് ഉണ്ട്, ആ ടോയ് ഇന്നേ വരെ അല്ലെ ഓർത്ത് വെക്കാം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പല പല സബ്സ്റ്റൻസ് ഇയാൾ എന്ത് ചെയ്യും? പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പൊ കൊണ്ടുവരും അല്ലെ, ഓർത്ത് വെക്കാം. ഇയാൾ പിന്നെ അത് ചെയ്യില്ല, സയന്റിസ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഓണറൊക്കെ ആകുമ്പോൾ അല്ലെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടായിരിക്കും അത് നോക്കുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമലി ഓർത്ത് വെക്കുക, ഈ ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ അയാളുടെ എടുക്കുന്ന എന്തായിരുന്നു? ഗ്രാനുൾ അല്ലെ. ഇപ്പൊ ഇയാളുടെ കേസിലാണെങ്കിൽ അയാളെടുത്ത് എന്തായിരുന്നു ആക്ച്വലി ആ പ്ലാസ്റ്റിക്കിന്റെ ഈത്തീൻ ഒക്കെയാണ്. അതിന് അല്ലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എടുക്കും. അതിന് എന്ത് കണ്ടെത്താൻ പറ്റുമോ? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കിട്ടും. ഇനി എന്താ എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എത്ര കൂടുന്നോ അനുസരിച്ച് എൻട്രോപ്പിയും കണ്ടെത്താൻ പറ്റും ആ പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണ് അത് തനിയെ നടക്കുക എന്ന് കിട്ടുന്നത് എന്തായിരിക്കും? -1 അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ 0-നേക്കാളും കുറച്ച് കുറയുമ്പോൾ കിട്ടും. അപ്പൊ അതിന്റെ ക്വസ്റ്റൻ ആയിരിക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ഇത് കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഇതിന്റെ താഴെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഫസ്റ്റ് കണ്ടീഷൻ എഴുതി വെക്കുക. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. എന്ത് പറ്റും? ഡെൽറ്റ ജി എങ്ങനെയൊക്കെ കിട്ടും? ഫസ്റ്റ് കണ്ടീഷൻ ഡെൽറ്റ എച്ച് അവർ തന്നേക്കുന്നത് നെഗറ്റീവ് ആണ്, ഫസ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. അപ്പൊ ഡെൽറ്റ ജിയിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ എന്ത് വരും? ഡെൽറ്റ ജി ഈക്വൽ ടു ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്ത് വരും? മൈനസ് ഡെൽറ്റ എച്ച് മൈനസ് ഇവിടെ ഡെൽറ്റ എസ് മൈനസ് ആയ മൈനസ് എന്താവും? പ്ലസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഈ ഇക്വേഷൻ റീഅറേഞ്ച്മെന്റ് ആയി. ഇനി നിങ്ങൾ പറ, ഇത് ഹൈ ടെമ്പറേച്ചറിലാണോ സ്പോണ്ടേനിയസ് ആവുക, ലോ ടെമ്പറേച്ചറിലാണോ സ്പോണ്ടേനിയസ് ആവുക എന്ന് പറഞ്ഞാൽ അതെ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് 10 ആണ്, ഇത് 10 ആണെന്ന് കരുതാം. ഓർത്ത് വെക്കാം, ഇത് ഡെൽറ്റ എസ് 1 ആണെന്ന് കരുതാം. ഡെൽറ്റ എസ് 1 അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാവും? ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്ത് വരും? 20 അല്ല, ഒരു കെൽവിൻ 20 കെൽവിൻ ആണെങ്കിൽ എന്ത് വരും? ഇത് പ്ലസ് അല്ലേ, ഇത് മൈനസ് അല്ലേ. അപ്പൊ ഡെൽറ്റ എച്ചിനേക്കാളും ഹൈ വാല്യൂ ഇതിന് വരും. ഹൈ വാല്യൂ വന്നാൽ എന്ത് പറ്റും? ടെമ്പറേച്ചർ ഹയർ ആയ ഇത് എന്ത് പറ്റും? പോസിറ്റീവ് വരും. ഇത്രേ ഉള്ളൂ. ഡെൽറ്റ എച്ച് 10 ആണെന്ന് കരുതുക, -10. അപ്പൊ ഇതെന്തായി? -10 ആയില്ലേ. ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നു, 0-നേക്കാളൊക്കെ കൂടി കൊടുത്താൽ എന്ത് പറ്റും? ഇതൊരു 30 ആയി. അപ്പൊ ഡെൽറ്റ ജി എത്ര കിട്ടും? പോസിറ്റീവ് കിട്ടും. അപ്പൊ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ്. ഓർത്ത് നോക്കാം. അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ എന്താവും ഈ സിസ്റ്റം? നോൺ സ്പോണ്ടേനിയസ്. അപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്താവും? നോൺ സ്പോണ്ടേനിയസ്. കേട്ടോ, ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാലേ ഇയാളുടെ അടുത്ത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് വരുന്നത് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞത് പോളിമറിന്റെ ഫാക്ടറിയാ. ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫാക്ടറി കൊണ്ടുപോയിട്ട് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമോ? ഇയാൾ പോളിമറിന്റെ ഫാക്ടറി ഉണ്ടാക്കി, എന്നാൽ ഐസ്ക്രീമിന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കി ചൂട് കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ സിസ്റ്റം വേറെയാണ് അല്ലേ. പുറത്തു വെക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇയാൾ പോളിമർ ഉപയോഗിച്ച് ഒരു ദിനോസറിനെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കി, അതിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂട്ടണം. ഇതിന് ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ. ഇതെന്താ? ഐസ്ക്രീമാണ്. ഐസ്ക്രീമിന്റെ ഫാക്ടറിയിൽ ടെമ്പറേച്ചർ കൂട്ടണോ? വേണ്ടേ? ടെമ്പറേച്ചർ കുറയ്ക്കണം. എങ്ങനെ കണ്ടെത്തി? അതിന്റെ സയന്റിഫിക് ഇതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ? ലോ ടെമ്പറേച്ചറിൽ അതെന്താവും? സ്പോണ്ടേനിയസ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ എഴുതി വെക്കാം കേട്ടോ. ആദ്യ ഇക്വേഷൻ എഴുതി വെച്ചേ. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ്.
ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെൽറ്റ എസ്. ഇനി താഴെ ഫസ്റ്റ് കണ്ടീഷൻ ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ എന്ത് വരും? ഹൈ ടെമ്പറേച്ചറിൽ ടി ഡെൽറ്റ എസ് എന്താവും? ഗ്രേറ്റർ ദാൻ ആരെക്കാളും? ഡെൽറ്റ എച്ച്. ടി ഡെൽറ്റ എസ് എന്തായിരുന്നു? പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ എന്ത് വരും? ഡെൽറ്റ ജി പോസിറ്റീവ്. ഡെൽറ്റ ജി പോസിറ്റീവ് എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ്. കേട്ടോ, ഓർത്ത് നോക്കുക. നോൺ സ്പോണ്ടേനിയസ്. നോൺ സ്പോണ്ടേനിയസ്. ലോ ടെമ്പറേച്ചർ എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ടി കുറയും. ടി കുറയുമ്പോൾ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മൈനസ് അല്ലെ? കൂടുതലായിട്ട് വരും. അപ്പോ ആ ടെമ്പറേച്ചർ ഏതാന്ന് കണ്ടെത്തണം അല്ലെ? അപ്പൊ ഡെൽറ്റ എച്ച് എന്ത് ചെയ്യും? ഹൈ ആയിരിക്കും, ഇത് കുറവായിരിക്കും. അപ്പൊ എന്താ വരും? നെഗറ്റീവ് ആവും. ലോ ടെമ്പറേച്ചർ എന്ത് വരും? അല്ലെ? ടി ഡെൽറ്റ എസ് എന്തായി? സ്മോളർ, ലെസ് ദാൻ ഡെൽറ്റ എച്ച്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഡെൽറ്റ ജി നെഗറ്റീവ് സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ്. അപ്പോ ഇങ്ങനെ ഇതിന് ഇഷ്ടം പോലെ കണ്ടീഷൻ ആയിരിക്കും വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂം ഇതൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരും. ഇത് നേരെ അപ്ലൈ ചെയ്യണ ഒരു രീതിയാണ് കേട്ടോ, ഓർത്ത് നോക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയണം ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ ഇന്റർവ്യൂവിൽ ചെക്ക് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറിലൊക്കെ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും, നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും? ആലോചിച്ച് പറയണം കേട്ടോ. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. എന്തായിരിക്കും? ഇതുപോലെ ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ അങ്ങനെ അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇത് പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഇവിടെ മൈനസ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചറിൽ എങ്ങനെയായിരിക്കും? ലോ ടെമ്പറേച്ചറിൽ എങ്ങനെയായിരിക്കും? എഴുതിയിട്ട് പറയണം കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ ഇന്റർവ്യൂവിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് ചോദിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, എന്തായിരുന്നു എഴുതിയേക്കണം? പറഞ്ഞോ, കുഴപ്പമില്ല. ഇവിടെ ഈ ടെമ്പറേച്ചർ കൂടിയെന്ന് കരുതാം. അങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. അപ്പൊ ഏത് ടെമ്പറേച്ചറിൽ വന്നാലും ഇത് ഡെൽറ്റ ജി ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് എന്ന് അതല്ലേ എഴുതിയേക്കുന്നത്. ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ നോൺ സ്പോണ്ടേനിയസ് കേട്ടോ. നെഗറ്റീവ് ഇല്ല, നമ്മൾ കെൽവിനാ. കെൽവിനിൽ നെഗറ്റീവ് ഇല്ലല്ലോ. എന്തായിരിക്കും മോനെ? എഴുതിയോ? മനസ്സിലായി? ഇത് ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ആയത്തോ ഓക്കെ ആണോ? ഇവിടെ നോക്ക്, ഇപ്പൊ എഴുതിയേക്കണം ഈ ക്വസ്റ്റൻ അവിടെ. അത് നേരെ അപ്ലൈ ചെയ്യും. കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ഡെൽറ്റ ജി ഈക്വൽ ടു അല്ല അങ്ങനെ ഇപ്പൊ നമ്മൾ രണ്ടാമത് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. അങ്ങനെ കണ്ടീഷനാണ് കേട്ടോ. കണ്ടീഷൻ ആദ്യം എഴുതും, ക്വസ്റ്റൻ എഴുതാം. അല്ലെങ്കിൽ പിന്നീട് എനിക്കൊന്നും മനസ്സിലാവില്ല. ആ കണ്ടീഷൻ അതുപോലെ തന്നെ എഴുതുക കേട്ടോ. സെക്കൻഡ് കണ്ടീഷൻ എന്താ വന്നേക്കുന്നത്? ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. അപ്പൊ ഇത് വന്നു. ഇനി പറ, ഈ ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും ഡെൽറ്റ ജി എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് പ്ലസ് തന്നെയായിരിക്കും അല്ലേ? കുറഞ്ഞു കഴിഞ്ഞാൽ, കുറയാന്ന് പറയുമ്പോൾ നമുക്ക് എന്തില്ല? കെൽവിനേ ഉള്ളൂ അല്ലേ? കെൽവിനിൽ എത്ര വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാലും ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ് അല്ലേ? അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത ഡെൽറ്റ ജി ഓൾവേസ് എപ്പോഴും എന്തായിരിക്കും കിട്ടുക? പോസിറ്റീവ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആയ എന്തായിരുന്നു കണ്ടീഷൻ? പോസിറ്റീവ് എന്തായിരുന്നു? പോസിറ്റീവ് എന്തായിരുന്നു? തലവേദന ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് കേട്ടോ. ഓർത്തത് കറക്റ്റ് ആയിട്ടൊന്ന് പറയണം കേട്ടോ. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കണ്ടായിരുന്നു കുറെ സമയമായിട്ട്. എന്ത് പറ്റി? ഉറക്കം വരണ്ട. കേട്ടോ. ഓക്കെ.
ഓർത്ത് നോക്കുക, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് കേട്ടോ. ഓക്കെ, ഇത് എന്തിനാ പഠിക്കുന്നത്? ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്താണ് അല്ലെ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നടക്കില്ല അല്ലെ, നമുക്ക് എന്താണ് ഫീസിബിൾ ആയിട്ട് തനിയെ നടക്കില്ല എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആണെങ്കിലേ നടക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ അല്ലെ എപ്പോഴും പോസിറ്റീവ് കിട്ടുള്ളൂ. അപ്പൊ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ഇൻ ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ കേട്ടോ. ഓക്കെ, എഴുതിയോ? കൺസെപ്റ്റ് മനസ്സിലായോ രണ്ടുപേരും കൂടി? എന്തായിരുന്നു? സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ? നോൺ സ്പോണ്ടേനിയസ്. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ടി ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ? എന്തുകൊണ്ടാണ്? കൂടിയാലും കുറഞ്ഞാലും ആ ഇക്വേഷനിൽ കൂടിയാലും കുറഞ്ഞാലും പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എപ്പോഴും എന്ത് കിട്ടുള്ളൂ? പോസിറ്റീവേ കിട്ടത്തുള്ളൂ. ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൂടിയാലും കുറഞ്ഞാലും അത് ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് വന്നാൽ നോൺ സ്പോണ്ടേനിയസ്. ഇനി ടെമ്പറേച്ചർ കുറയ്ക്കാന്ന് പറഞ്ഞാൽ മൈനസ് ഇല്ല, കെൽവിനിലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മൈനസ് വരില്ല അവിടെ കണ്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓർത്ത് വെക്കാം. അതെ, ഇവിടെയും ആ മൈനസും വരുമ്പോ പ്ലസ് ആവും. അല്ല, ആദ്യത്തെ മറ്റേതിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഫസ്റ്റില് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു എഴുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പൊ എന്ത് വരും? ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഇവിടെ എന്തായിരിക്കും? പ്ലസ് കേട്ടോ. ഓർത്തോ, ഇവിടെ പ്ലസ് ആയിട്ട് എഴുതി അല്ലേ, ഇത് എഴുതി കേട്ടോ. ഓക്കെ, ഇക്വേഷൻ ഇതുപോലെ എഴുതണം കേട്ടോ. ഇതേ സ്റ്റെപ്പ് കണ്ടോ, ഇതുപോലെ എഴുതണം. പോസിറ്റീവ്, അപ്പൊ എന്തായിരിക്കും? ഡെൽറ്റ ജി ഇക്വൽ, അത്രയും വരെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ പിന്നീട് കുറച്ച് നോക്കുമ്പോൾ മനസ്സിലാവില്ല എന്താണ് ഈ കുത്ത് എന്ന് എഴുതുന്നത് കേട്ടോ. ഓക്കെ കേട്ടോ, ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. ഐഡിയ മനസ്സിലായോ? കിട്ടിയോ മോനെ? നോൺ സ്പോണ്ടേനിയസ് അല്ലേ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതിയില്ലേ? രണ്ടാമത്തെ എഴുതിയോ? അല്ല മോനെ, ഇത് ആദ്യത്തെ കണ്ടീഷൻ അല്ലേ മോൻ എഴുതിയേക്കുന്നത്? ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും ഫസ്റ്റ് കേസ് അല്ലേ? അല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ ഞാൻ എഴുതിയേക്കുന്ന പോലെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഈ ഇക്വേഷനൊക്കെ എവിടെ നിന്ന് വന്നു എന്നൊന്നും കിട്ടില്ലല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കേസ് കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായിരുന്നു എഴുതിയത്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് നെഗറ്റീവ് ഉണ്ടോ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷനിൽ മൈനസ് ഉണ്ട് അല്ലെ, ഇവിടെയും മൈനസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് കിട്ടിയേക്കുന്നത്? മൈനസ് ഡെൽറ്റ എച്ച് പ്ലസ് ടി ഡെ. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ ആണോ? അല്ലല്ലോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ആക്ച്വലി സെക്കൻഡ് എന്തായിരുന്നു? ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. അങ്ങനെ വന്ന ആദ്യത്തെ ഇക്വേഷൻ എന്താ? ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എസ് നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ്. മനസ്സിലായോ? ഈ ടെമ്പറേച്ചറിന് കൂട്ടിയാലും കുറഞ്ഞാലും ഇത് പ്ലസ് തന്നെ ആയിരിക്കൂലേ. അങ്ങനെ വന്നാൽ എന്ത് വരും? ഡെൽറ്റ ജി പോസിറ്റീവ് വന്ന നോൺ സ്പോണ്ടേനിയസ് എഴുതുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. അങ്ങനെ വന്നാൽ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് പോസിറ്റീവ് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി? പ്ലസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ രണ്ടാമത്തെ എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടെമ്പറേച്ചർ എത്ര ഇൻക്രീസ് ചെയ്താലും ഇത് പ്ലസ് തന്നെയായിരിക്കും. ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ? നെഗറ്റീവ് ഇല്ല, ടെമ്പറേച്ചർ കെൽവിനിലേ ഉള്ളൂ. കെൽവിൻ എന്ന് പറഞ്ഞാൽ ടി എപ്പോഴും പ്ലസ് തന്നെയാണ് അല്ലെ. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ആയാലും ലോ ടെമ്പറേച്ചർ ആയാലും ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഡെൽറ്റ ജി പോസിറ്റീവ് എപ്പോഴും അല്ലെ, ഓൾവേസ്. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് എഴുതും? ഡെൽറ്റ ജി എന്താ? പോസിറ്റീവ് നോൺ സ്പോണ്ടേനിയസ് കേട്ടോ, ഓർത്ത് നോക്കുക. നോൺ സ്പോണ്ടേനിയസ് ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ അങ്ങനെ എടുത്ത് എഴുതണം കേട്ടോ. ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ, ഇത് രണ്ടാമത്തെ കണ്ടീഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് എഴുതിയത് സെക്കൻഡ് കണ്ടീഷൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. തേർഡ് കണ്ടീഷനൊക്കെ വരുമ്പോൾ എന്താ? ഇതുപോലെ വാല്യൂ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ,
ഇതുപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓർത്ത് നോക്കുക, ഓരോ കണ്ടീഷനിൽ വരുമ്പോൾ ഇവിടേക്ക് വാല്യൂ കൊടുക്കാം. ഇനി അടുത്ത കണ്ടീഷൻ എന്തായിരിക്കും വരിക? ഈ സെയിം കണ്ടീഷൻ വന്നാൽ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് കേട്ടോ. അതും കൂടി എഴുതിയേ. തേർഡ് കണ്ടീഷൻ ഹെഡിങ് കൊടുക്കുമ്പോൾ അതുപോലെ എഴുതിയേ. തേർഡ് കേസ് അങ്ങനെ എടുത്തെഴുതിയേ. ഇപ്പൊ പല ആൾക്കാരും വെറുതെ ഇങ്ങനെ എഴുതണ പോലെ ഉണ്ട്. കുറച്ച് ആളുകൾ എന്ത് ചെയ്യുമേ നിറച്ചും യുദ്ധക്കളം പോലെ കുറെ പോസിറ്റീവ് കുറെ നെഗറ്റീവ്. സാറ് ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. ഓർത്ത് നോക്കാം. തേർഡ് കേസ് അങ്ങനെ തന്നെ എടുത്തെഴുത കേട്ടോ. തേർഡ് കേസ് വേർഡിൽ എഴുത്. എന്താൽപി പോസിറ്റീവ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. എന്നിട്ട് ഏത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ? ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? ഡെൽറ്റ ജി സെയിം ഇക്വേഷൻ തന്നെ വരും അല്ലെ. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നമുക്ക് നോക്കാം എന്തായിരുന്നു? ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് വരുമ്പോൾ മാത്രമാണ് ഹൈയും ലോവും നോക്കുന്നത്. ഒരേപോലെ വന്നാൽ എന്തായിരിക്കും? ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ ടി ഡെൽറ്റാസിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ ടി ഡെൽറ്റാസിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ആരേക്കാളും കൂടണം? ഡെൽറ്റ എച്ചിനേക്കാളും. ഹൈ ടെമ്പറേച്ചർ ടി ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്. ടി ഡെൽറ്റ എസിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ഈ മൈനസിന്റെ വാല്യൂ കൂടി. അങ്ങനെ മൈനസിന്റെ വാല്യൂ കൂടിയാൽ എന്താവും? ഡെൽറ്റ ജി നെഗറ്റീവ്. അപ്പൊ എന്തായിരിക്കും? സ്പോണ്ടേനിയസ്. ദെൻ ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കണം ടി ഡെൽറ്റ എസ്. അപ്പോ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ടി ഡെൽറ്റ എസിന്റെ വാല്യൂ ലോവർ ദാൻ ദാറ്റ് ഓഫ് ഡെൽറ്റ എച്ച്. സോ ഡെൽറ്റ ജി എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ എന്ത് വരും? നോൺ സ്പോണ്ടേനിയസ്. നോൺ സ്പോണ്ടേനിയസ്. ഇതാണ് കണ്ടീഷൻ ആയിട്ട് വരിക കേട്ടോ. നോൺ സ്പോണ്ടേനിയസ്. അടുത്ത ഒരു കണ്ടീഷൻ കൂടി ഉള്ളൂ ചാപ്റ്ററിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ എല്ലാ ക്വസ്റ്റനും ചെയ്യണം. ഇക്വേഷൻസ് അതുകൊണ്ടാണ് ഇന്ന് പഠിപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. കുഞ്ഞൊരു ടോപ്പിക്കാണ്. ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം. 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 Gibbs energy change and equilibrium. ഇവിടെ ഡെൽറ്റ ജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ജി ഈക്വൽ ടു minus 2.303 RT log Kc. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ. ഒന്ന് എഴുതി വെച്ചോ. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് 2.303 RT log Kc. മൈനസ് 2.303 RT log Kc. കെ സി എന്താന്ന് എഴുതണം കേട്ടോ. കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേട്ടോ. ഈ സെയിം ഇക്വേഷൻ അടുത്ത ചാപ്റ്ററിലും ഉണ്ടാവും. ഈ സെയിം ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ അടുത്ത ചാപ്റ്ററിലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ ഇതേ ടോപ്പിക് ഇതേ ഇക്വേഷൻ അടുത്ത ചാപ്റ്ററിലും ഉണ്ട്. നമുക്ക് കണക്റ്റഡ് ആണ്. ആർ എന്താന്ന് എഴുതുക? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. T temperature in Kelvin. T temperature in Kelvin. ഓർത്തു വെക്കാം. ഇനി നമ്മൾ നേരത്തെ എഴുതിയത് ഡെൽറ്റ ജി പോസിറ്റീവ് ആയാൽ എന്തായിരുന്നു? സ്പോണ്ടേനിയസ് ആണോ? നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അപ്പോ ഓർത്തു വെക്കാം, ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. അതും കൂടി എഴുതി വെക്കാം കേട്ടോ. ഡെൽറ്റ ജി ഈക്വൽ ടു സീറോ ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി ഈക്വൽ ടു സീറോ ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് അടുത്ത
ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ആ കൺസെപ്റ്റ് ഒന്നോ നിങ്ങൾ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആകുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ഫോർവേഡ്. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയ എന്താണ്? ഫോർവേഡ്. ദെൻ പ്രൊഡക്റ്റ് തിരിച്ച് എന്താവും? റിയാക്ടന്റ് ആവും. അതിനെന്തായിരിക്കും? ബാക്ക്വേർഡ്. അപ്പൊ ചില റിയാക്ഷൻ, വളരെ അപൂർവമായിട്ട് ചില റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും, ബാക്ക്വേർഡ് ഉണ്ടാവും. അപ്പോ അങ്ങനെ ഫോർവേഡും ബാക്ക്വേർഡും രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. ഇപ്പൊ ഡെഫിനിഷൻ ഇതാണ്: റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ദി ഇക്വിലിബ്രിയം. നിങ്ങൾ പേപ്പർ കത്തിച്ചു അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ എടുത്ത് പേപ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതപ്പോൾ എന്തായിരിക്കും? ഇറിവേഴ്സിബിൾ. അതിൽ ഇക്വിലിബ്രിയം ഒന്നും ഇല്ല അല്ലെ? ഇക്വിലിബ്രിയം ഉള്ളത് കുറച്ചുള്ളൂ. അത് അടുത്ത ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നൊരു ചാപ്റ്റർ തന്നെയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു സെക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഒരു പോയിന്റ് കൂടി എഴുതി കഴിയുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി നോക്കുക. ഇഫ് കെ ഈസ് മെഷേർഡ്, ഇഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേട്ടോ. K is measured directly in the laboratory. Directly in the laboratory. If K is measured directly in the laboratory, comma, value of delta G, value of delta G at any value of delta G at any other temperature. ഉണ്ടോ? ടെമ്പറേച്ചർ മാറും. ഉണ്ടോ? ഇവിടെ നോക്കി ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ? ആ ടെമ്പറേച്ചർ മാറുമ്പോൾ ആര് മാറും അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അറ്റ് എനി അതർ ടെമ്പറേച്ചർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഒരു പോയിന്റ് വഴി എഴുതി വെക്കാം. ദ ഫ്രീ എനർജി ചേഞ്ച്, ദ ഫ്രീ എനർജി ചേഞ്ച് ബ്രാക്കറ്റില് ജി കേട്ടോ, ഓർത്ത് നോക്കാം. ദ ഫ്രീ എനർജി ചേഞ്ച് ബ്രാക്കറ്റില് ക്യാപിറ്റൽ ജി കേട്ടോ, ഓർത്ത് നോക്കാം. ദ ഫ്രീ എനർജി ചേഞ്ച് ബ്രാക്കറ്റില് ഫ്രീ എനർജി ചേഞ്ച് ബ്രാക്കറ്റില് ജി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ allows, ഫസ്റ്റ് പോയിന്റ് allows കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയിന്റ് prediction of the spontaneity, prediction of the spontaneity of chemical reaction, prediction of the spontaneity of the chemical reaction. Spontaneous അല്ലെ ഓർ നോൺ സ്പോണ്ടേനിയസ് അത് കണ്ടെത്താൻ പറ്റും. അതിന്റെ പർപ്പസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അടുത്ത ലൈനിൽ എഴുതി വെക്കാം. prediction of the useful work, prediction of the useful work, prediction of the useful work that could be extracted from it, prediction of the useful work that could be extracted from it, prediction of the useful work that could be extracted from it. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറ്റുമെങ്കിൽ പറ്റുന്ന ആൾക്കാർ സാറ്റർഡേ ആണ് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരാൻ നോക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം നമുക്ക് കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ നോക്കുക, ബാക്കിൽ എല്ലാം മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇപ്പൊ ഈ പഠിച്ചത് കണ്ടന്റ് ബേസ് മാത്രമാണ്. ഇക്വേഷൻ പഠിച്ചിട്ട് വരുമോ? കണ്ടോ, പഠിച്ചിട്ട് വരണം കേട്ടോ എല്ലാവരും. അപ്പൊ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇറങ്ങി.